കഴിഞ്ഞില്ലേ? യജ്ഞസങ്കല്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം ചിദാനന്തഗുരും. അമൃതാത്മാക്കൾ, നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ വേറൊരു ദിശയിൽ കൂടെ നോക്കാം. അത് പറഞ്ഞാണ് ഞാൻ നിർത്തിപ്പോയതെന്നല്ലേ ഒരു ഓർമ്മ. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി എന്നാണെന്ന് തോന്നുന്നു ആ ശ്ലോകം, അല്ലേ? ആ ശ്ലോകം തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവിടെ പ്രജാപതി സഹയജ്ഞാഃ പ്രജാഃ പുരാ സൃഷ്ട്വാ എന്നാ പറഞ്ഞു. ഗീതാ വ്യാഖ്യാതാക്കന്മാരിൽ പലരും അപ്രജ എന്ന ശബ്ദത്തിന് അർത്ഥം കൊടുക്കുമ്പോൾ വിഷമിക്കുന്നത് കാണാം. യജ്ഞം വൈദികമായി നടത്തുന്നത് വിവാഹം കഴിഞ്ഞ ത്രൈവർണികരാണ്. യജ്ഞാധികാരികൾ അവരാണ്. യജ്ഞാധികാരികളായ ത്രൈവർണികർ അഗ്നിയെ പുരോഹിതനായി കണക്കാക്കി അഗ്നി ജ്വലിപ്പിച്ച് അഗ്നിയാകുന്ന പ്രജാപതിക്കായിക്കൊണ്ട് അർപ്പിക്കുന്നതാണ് യാഗശാലയിലെല്ലാം നാം കാണുന്നത്. അതാണ് ചർച്ചാവിഷയമെങ്കിൽ പ്രജ എന്ന പദം യോജിക്കില്ല. എന്തൊക്കെ ജാതമായിട്ടുണ്ടോ ജനി പ്രാദുർഭാവേ, പ്രാദുർഭാവം പ്രാകട്യം, എന്തെല്ലാം പ്രകടമായോ അതെല്ലാം ജനിച്ചവയാണ്, ഭൂതങ്ങളാണ്. ഭവന്തി ഇതി ഭൂതാനി. ആ പ്രജകളെല്ലാം ജീവലോകം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സമസ്യയാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. അതിലെ വൈചിത്ര്യം സൃഷ്ടിയുടെ സമയത്ത് പ്രജാപതി യജ്ഞത്തെ സൃഷ്ടിയിൽ ചേർത്തു വയ്ക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. യജ്ഞപുരുഷനോടുകൂടിയാണ്
പ്രജകൾ അത്രയും ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞു. അതാ ഇവിടുത്തെ ഏറ്റവും പ്രധാന ചിന്ത. ശ്ലോകം വായിച്ചു പോകുമ്പോൾ ഒരു ദിശയിൽ നമ്മൾ പഠിച്ചു, മറ്റൊരു ദിശയിൽ പഠിച്ചു, വേറൊരു ദിശയിൽ പഠിച്ചു, 4-5 തലങ്ങളിൽ പഠിച്ചു എന്ന് തോന്നുന്നു ഇതിനോടകം. ഓരോ പഠനവും അതിന്റെ പോരായ്മ വിളിച്ചോതുകയാണ് ഇത്. ആ പോരായ്മ പരിഹരിക്കുവാൻ ശ്ലോകം കുറെ കൂടെ ശ്രദ്ധിക്കുക. അതാണ് ശ്ലോകം മനനം ചെയ്ത് അതിൻ്റെ അകത്ത് ഒരു വാക്കുപോലും മാറ്റി നിർത്തി അല്ലാതെ അറിയുക. സഹ എന്നാൽ കൂടെ എന്നാണ്. ജനനത്തിന്റെ രഹസ്യത്തിൽ യജ്ഞമുണ്ട്. പ്രജാപതി യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചിട്ട് സൃഷ്ടിയെ പ്രജാപതിയിൽ നിന്ന് അടർത്തി മാറ്റിയാൽ സൃഷ്ടിയുടെ രഹസ്യം മനുഷ്യനോ ഇതര ജീവജാലങ്ങളോ അഹന്തയിൽ ഏറ്റെടുത്താൽ യജ്ഞസങ്കല്പം സൃഷ്ടിയിലില്ലെന്ന് ബോധ്യമാവും. ഇത് ഒരു ഭാഗം. വളരെ സങ്കീർണമാണ്, കേൾക്കുന്ന പോലെ എളുപ്പമല്ല. അതുകൊണ്ട് അവിടെ ഒരു പദമുണ്ട്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനൊരു പദം അവിടെയുണ്ട്. ഏതാ പദം? സഹ ഞാൻ പറഞ്ഞു, യജ്ഞത്തോടു കൂടി. അതിനകത്തൊരു പദമുണ്ട്, പ്രജാപതിയുടെ സൃഷ്ടിയും ജീവസൃഷ്ടിയും തമ്മിലുള്ള അകലം ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ അന്വയിക്കുമ്പോൾ നിങ്ങൾക്ക് അന്വയമുള്ള പുസ്തകങ്ങളിൽ, അറിഞ്ഞോ അറിയാതെയോ കയ്യിലിരിക്കുന്ന അന്വയമുള്ള പുസ്തകമാണെങ്കിൽ അതിലെ അന്വയം നോക്കിയാൽ പദങ്ങൾ എവിടെയാണ് ചേർത്തിരിക്കുന്നത്, അന്വയിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കണ്ടാൽ പ്രജാപതി സൃഷ്ടുവ എന്ന് ചേർക്കുമ്പോൾ ആ വാച ശബ്ദത്തിലാണോ സൃഷ്ടി ശബ്ദത്തിലാണോ എവിടെയാണ് പുരാശബ്ദം അന്വയിച്ച് ചേർത്തിരിക്കുന്നത്? അന്വയമുണ്ടോ കയ്യിൽ? പുസ്തകങ്ങളിൽ അന്വയമുള്ള പുസ്തകമുണ്ടോ? അല്ലെങ്കിൽ ഇല്ല. ഒരാളുടെ ഭഗവത്ഗീത പുസ്തകം കയ്യിലുണ്ടോ? ആ വാക്കുകൾ ഇങ്ങനെ നിരത്തി എഴുതിയിരിക്കുന്ന പുസ്തകം ഉണ്ടോ? ഇല്ല. KM-ന്റെയോ ആരുടെ പുസ്തകമാണ്? അല്ല, ആര്? വീരേശ്വരാനന്ദ. കാണൂല്ല, അന്വയം കാണൂല്ല. അർത്ഥം, ട്രാൻസ്ലേഷൻ, അർത്ഥം മാത്രം ഇങ്ങനെ വാക്കുവാക്കായിട്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഒന്നിച്ചുള്ളൊരു കണ്ടൻസ്
വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കണം. ഞാൻ പറയുന്നത് പോലൊക്കെ തന്നെ അന്വയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെയാണോ അന്വയം, അങ്ങനെ ഉണ്ടെങ്കിൽ അവ അർത്ഥം എങ്ങനെയാണ് വാക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം. വെറുതെ വിടരുത്. കാരണം ഈ ശ്ലോകമൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. പ്രജാപതി സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിയോടൊപ്പം യജ്ഞത്തെ വെച്ചു എന്ന് പറഞ്ഞു. അവിടെ ഒരു പുരാശബ്ദമുണ്ട്. സൃഷ്ടി കാലാന്തരത്തിൽ ആ യജ്ഞസങ്കല്പത്തിൽ നിന്ന് സ്രഷ്ടാവാകാൻ ആഗ്രഹിച്ച ജീവി ആദിമസ്രഷ്ടാവിനെ തള്ളി സൃഷ്ടിയുടെ താക്കോൽ കയ്യിലെടുക്കാൻ ഒരുങ്ങുമ്പോൾ യജ്ഞം മാറി നിൽക്കുന്നു എന്നൊരർത്ഥമുണ്ടാകുമോ? അനുഭവം കൊണ്ടത് ശരിയായിരിക്കുമോ? ഇങ്ങനെ തെളിച്ചെടുത്ത് നോക്കണം മനസ്സ്. കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ ജീവജാലങ്ങൾ പുതുതായി വരിക. മാനവൻ ഏത് സങ്കേതം സൃഷ്ടിച്ചെടുക്കുമ്പോഴും സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഏകമാകുന്ന ഒരു ബിന്ദുവിലേക്ക് മനസ്സിനെ എത്തിച്ച് ശാന്തമാകുവാനൊരുങ്ങുന്നുവോ, അതൊരു വഴിയാണ്. മനസ്സിലായില്ല? സ്രഷ്ടാവിൽ നിന്നകന്ന് നൂതനമായൊരു സൃഷ്ടി നടത്തി സൃഷ്ടി രഹസ്യത്തോട് മല്ലടിക്കുവാനൊരുങ്ങുന്നു, അതും ഒരു സൃഷ്ടിയാണ്. തീപിടിക്കുമോ ചിന്തയ്ക്ക്? രസകരമായി ചിന്തയ്ക്ക് തീപിടിക്കുമെങ്കിൽ മാത്രമേ ഇത് കേൾക്കാവൂ. സൃഷ്ടി, സൃഷ്ടികർത്താവ്, സൃഷ്ടിക്കുള്ള സാമഗ്രി എല്ലാം സൃഷ്ടിപൂർവക ബോധത്തിന്റെ ഏകമായൊരനുരണനം മാത്രമാണെന്ന് കണ്ടെത്തി ശാന്തനാവാൻ കഴിയുക. പൂർണ്ണനാഭിസൃജതേ ഗൃഹ്ണതേ ച മുണ്ടകം. യഥോർണനാഭി സൃജതേ ഗൃഹ്ണതേ ച. ഓർമ്മ വരുന്നുണ്ടാവുമോ? യഥാ, എപ്രകാരമാണോ ഊർണനാഭി, എട്ടുകാരി, ആവശ്യം, സാധ്യത, സാമഗ്രി, സാമർഥ്യം, ഇതേതൊരു പാരസ്പര്യജന്യമായ യജ്ഞസങ്കല്പത്തിൽ നിന്ന് ആവിർഭവിക്കുന്നു. എവിടെ സൃഷ്ടിയുടെ രഹസ്യമറിഞ്ഞ പണ്ഡിതൻ അതറിഞ്ഞിട്ട്
ഗതാസുവിനെയും അഗതാസുവിനെയും ഓർത്ത് ദുഃഖിക്കാതിരിക്കുന്നു. 10-ാം ശ്ലോകത്തിൽ നിന്ന് മുണ്ടകത്തിന്റെ തേരിലേറി ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിന്റെ 11-ാം ശ്ലോകത്തിന്റെ അന്തസ്ഥിത ചൈതന്യത്തിൽ എത്തി നോക്കി പദങ്ങളെ അന്വയിച്ചൊന്ന് പഠിച്ചു നോക്കുക. ഗതാസുവിനെയും അഗതാസുവിനെയും ഓർത്ത് പണ്ഡിതൻ ദുഃഖിക്കാതിരിക്കുമ്പോൾ അർജുനസ്തു ശോചതി. ഇല്ല, അർജുനൻ ദുഃഖിക്കുന്നു. അർജുനന്റെ മുമ്പിൽ പിതാവും പിതാമഹനും ആചാര്യനും മാതുലനും ശ്യാലനുമായി സൃഷ്ടിക്കപ്പെട്ട, സൃഷ്ടിയുടെ രഹസ്യം ഏറ്റെടുത്ത സൃഷ്ടികർത്താവ് അഹംബുദ്ധിയിലേക്ക് പരിണമിച്ച സൃഷ്ടി രഹസ്യത്തിൽ യജ്ഞസങ്കല്പം ഇല്ലാതാകുന്നു. എവിടെ മാനവചേതന, എവിടെ ജീവചേതന? ജീവസന്ധാരണത്തിന്റെ മത്സരവേളകളിൽ വെച്ച് സൃഷ്ടിയുടെ ആദിമരഹസ്യമായ യജ്ഞത്തെ തിരോഭവിക്കുവാൻ വിടുന്നു. അവിടെ വെച്ച് വൈചിത്ര്യം ദുഃഖവും സുഖവുമായി മാറുന്നു. ശരിയുണ്ടാവൂ? ആ ശ്ലോകത്തിന് ഇതുവരെ കണ്ടെത്തിയ അർത്ഥത്തെക്കാൾ മിഴിവ് വരുമോ? ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടതെന്നാണ് ആചാര്യന്മാർ പറയുക. ആദ്യത്തത് പഠിപ്പിച്ചങ്ങ് പോവുക. വീണ്ടും അതേ വിദ്യാർത്ഥി രണ്ടാമത് പഠിക്കാനിരിക്കുമ്പോൾ രണ്ടാമത്തെ അർത്ഥം കൊടുക്കുക. വീണ്ടും മൂന്നാമത് വിദ്യാർത്ഥി ഇരിക്കുമ്പോൾ മൂന്നാമത്തെ അർത്ഥം കൊടുക്കുക. അപ്പോഴേക്ക് അവൻ്റെ മനസ്സതിന് പാകപ്പെട്ടു വരും. ഇവിടെ നമ്മൾ 3-4 ക്ലാസ്സായിട്ട് അത് മുഴുവൻ മിഴിവോടെ എടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പരാജയങ്ങൾ ഉണ്ടാവും. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം പഠിക്കുമ്പോൾ അതൊരു 30-40 മനനത്തിന് വിധേയമാക്കുമ്പോൾ ഓരോ ചട്ടയും അഴിയും. അങ്ങനൊരു തന്ത്രയുക്തി ഇതിഹാസകർത്താക്കന്മാർക്കുണ്ട്. ഔപനിഷദികമായ ചിന്തകൾക്ക് ഇത്തരമൊരു സാധ്യതാലോകമുണ്ട്. അത് തെളിഞ്ഞു വരുമോ എന്നൊരു കൃച്ഛ്രസാധ്യവും മറ്റുമായൊരു പന്ഥാവ് തുറന്നു നോക്കുകയാണ്. എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. അതുകൊണ്ടായി ചോദിക്കുന്നത്. കാരണം ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഇപ്പം ഇങ്ങനെ പറയുന്നു. എന്നാൽ സംഘർഷവും ഉണ്ടാകാം. അത് നിങ്ങളുടെ മനസ്സിലാണ് ഉണ്ടാവുക, എനിക്കല്ല. അതുകൊണ്ടത് ആലോചിച്ച് പഠിക്കണം. ഭഗവത്ഗീതയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ഓരോ വാക്കും, നമ്മൾ കുറേ വാക്കാദ്യം മാറ്റി വയ്ക്കും, എന്നിട്ടൊരർത്ഥം പറയും. പിന്നെ മാറ്റിവെച്ച വാക്കെടുത്തിട്ടൊരർത്ഥം പറയും. പിന്നെ വേറെ ഒരു സെറ്റ് വാക്കെടുത്തിട്ട് വേറൊരർത്ഥം പറയും. സമഗ്രമായി എല്ലാം ചേർത്തൊരർത്ഥം പറയും. ഇതിൽ വാക്കുകൾ മാറ്റിവെച്ചും വാക്കുകൾ ചേർത്തും പറഞ്ഞ അർത്ഥങ്ങളെല്ലാം പൂർവപക്ഷം മിഴിവോടുകൂടി നമുക്ക് തരും. പൂർവപക്ഷാശയങ്ങൾ പോലും ഗംഭീരമാണ് എന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. ഭഗവത്ഗീതയുടെ പൂർവപക്ഷം പോലും ആധുനിക സൈദ്ധാന്തികതയേക്കാൾ അത്യുജ്വലങ്ങളാണ്.
അപ്പോഴൊന്നും നമ്മൾ സിദ്ധാന്തപക്ഷം അനാവരണം ചെയ്യാറില്ല. അതിലെ മർമ്മപ്രധാനമായ അംശം ആ സഹ എന്ന ശബ്ദം കൂടെ, രണ്ട് പുര എന്ന ശബ്ദം, ഇത് രണ്ടും പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല. യജ്ഞശബ്ദത്തിനൊക്കെ മിഴിവ് നൽകി നമ്മൾ പരിഗണിക്കാറുണ്ട്. ഭഗവത്ഗീതയിൽ യജ്ഞശബ്ദത്തിനും മിഴിവ് നൽകുമ്പോൾ അത് ത്രൈവർണികരുടെ യജ്ഞമാണെന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അത് യജ്ഞമെടുത്ത് വ്യാഖ്യാനിച്ചതാണ്. അഗ്നിഹോത്രാദി കർമ്മങ്ങളെ എടുത്ത് വ്യാഖ്യാനിച്ചതാണ്. അവിടെ സഹശബ്ദം മാറ്റിവെച്ചിട്ടാണ് വ്യാഖ്യാനം പോയിട്ടുണ്ടാവുക. എല്ലാ ജീവികളിലും ഞാനെന്ന് സ്ഫുരിക്കുന്ന ചൈതന്യമുണ്ടെന്നും അത് ദേവനാണെന്നും അതുകൊണ്ട് ചെറിയ ചെറിയ തരം ജീവികൾ ദേവന്മാരാണെന്നും നമ്മൾ മനുഷ്യരാണെന്നും ആ മനുഷ്യരും ആ ദേവന്മാരും തമ്മിൽ യോജിച്ചു പോകുന്നതാണ് ഈ യജ്ഞമെന്നും അതുകൊണ്ട് എക്കോളജിയാണ് ഇതിന്റെ വിഷയമെന്നും വ്യാഖ്യാനിച്ചിട്ടുള്ള ഗീതാഗ്രന്ഥങ്ങളുണ്ട്. ആധുനിക എക്കോളജിയുമായി ചേർത്തുവെച്ച് ഗീത വായിക്കുന്ന ഒരാളിന് ആനന്ദമധുരമാകുന്ന ഒരു വ്യാഖ്യാനവുമായിരിക്കും. മനസ്സിലായില്ല? അപ്പൊ ഇങ്ങനെ വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം വിട്ടും അല്പം സ്വീകരിച്ചുമൊക്കെ പോയാൽ ഒട്ടേറെ അർത്ഥം കിട്ടും. അവിടെയൊക്കെ നമ്മുടെ അറിവിലിരിക്കുന്ന ഒരു മായ, അവിദ്യാകൃതമായ മായയേക്കാൾ അപകടകരമായ വിദ്യാകൃതമായ ഒരു മായ നമ്മെ ആനയിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അവിദ്യാകൃതമെന്നും വിദ്യാകൃതമെന്നും അതാണ് ശരിയെന്ന ഒരു അത് വിദ്യാമായയാണ്. ശരിക്ക് വിനയവും സാൽമ്യവും ഒക്കെ വരുമെങ്കിൽ ഈ ശരിക്ക് അല്പം അഹങ്കാരവും രോഷവും ദേഷ്യവും വരും. മറ്റത്രയും സ്ട്രോങ് അല്ല. അറിയാൻ മേലാത്ത വിവരക്കേടാണെന്നുള്ള ബോധം കുറച്ചവിടെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് തൽക്കാലം ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒക്കെ ശരിയായിരിക്കും. എനിക്ക് അത്രയും പാണ്ഡിത്യമൊന്നുമില്ല. പക്ഷെ ഞാനിതിനിപ്പം മാറാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രേ ഉള്ളൂ, വലിയ ശല്യമില്ല. പക്ഷെ നീയും ഇങ്ങനെ വിശ്വസിക്കണം എന്ന് നിർബന്ധമുള്ളതാണ്. രണ്ടാമത് അത് അപകടം പിടിച്ചതാണ്. പവർ മാത്രമല്ല, ചിലപ്പോൾ രണ്ടെണ്ണം തന്നൂന്നിരിക്കും. അതുകൊണ്ടത് വളരെ അപകടം പിടിച്ചതാണ്. പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. ഈ പഠിച്ചു വരുന്നതോറും ഇത് കൂടും. പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ശരിയല്ല. പിന്നെയും വല്ലതൊക്കെ പറയുകയാണെങ്കിൽ പതുക്കെ എൻ്റെ അടിയൊക്കെ തൊടയിലടിച്ച് പതുക്കെ അങ്ങ് ഇറങ്ങും. കണ്ടിട്ടില്ല? അങ്ങനെ കണ്ടിട്ടില്ല? ഞങ്ങളിങ്ങനെ അടിച്ചിട്ട് ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗോദായിലേക്ക് ഇറങ്ങുന്ന കണ്ടിട്ടില്ല? അപ്പൊ എന്റെ ക്ലാസ് ശരിക്കും കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ്സൊന്നും ശരിക്ക് കേട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അറിയിക്കും ആളുകളെ. അപ്പോഴാണ് പതുക്കെ പിടിച്ച് പൊക്കിയിട്ട് ചോദിക്കുക, നിനക്ക് എന്തോടാ അറിയേണ്ടത്? ഒന്നും കണ്ടിട്ടില്ല? ഇത്രയും കാലം ക്ലാസ്സിനൊന്നും നടന്നിട്ട് ഇതൊന്നും
പരിചയപ്പെട്ടിട്ടില്ല. ഇപ്പോഴാ കത്തിയത്. സ്ലോയാ അല്ലേ? ഒരു 10 മിനിറ്റ് സ്ലോയാ. ബാക്കിയുള്ളവർക്ക് കത്തിക്കഴിഞ്ഞ് ഇപ്പോഴാ കത്തിയത്. ആദ്യം അപ്പൊ അവിടെ മുരളീധരനും ബാക്കിലാണ്ട് പറയാൻ തുടങ്ങിയത്. ഇപ്പൊ സഹയജ്ഞ, യജ്ഞത്തോടുകൂടി പ്രജാസൃഷ്ടിയിൽ തന്നെ യജ്ഞമുണ്ട്. പുരാ സൃഷ്ടുവ, പണ്ട് സൃഷ്ടിച്ചിട്ട്. ഇപ്പൊ പിന്നീട് വന്ന സൃഷ്ടികൾ കാലാനുസാരിയായി പ്രജാപതിയെ ഒഴിവാക്കി തുടങ്ങി. സൃഷ്ടികർത്താവ് സൃഷ്ടിയോടൊപ്പം ഒളിഞ്ഞിരിക്കുന്നു എന്ന സത്യമറിഞ്ഞ് സൃഷ്ടികർത്താവിനെ മാറ്റി സൃഷ്ടിക്കാൻ ജീവൻ നടത്തിയ അന്വേഷണങ്ങളിൽ സൃഷ്ടികർത്താവ് മാറി നിന്ന സൃഷ്ടികളിലൊന്നും യജ്ഞസങ്കല്പമില്ല. എന്ന് ബോധ്യമാവും. സൃഷ്ടികർത്താവിൽ നിന്ന് പ്രകൃത്യാ ലോകത്ത് 1000 സസ്യങ്ങളുണ്ടാവും. ഒരറ്റത്തുനിന്ന് പിടിക്കാം. ആ ചോദ്യം നന്നായി. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എനിക്ക് എളുപ്പമാവും. പക്ഷെ ഞാനും അല്പം വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുക. അപ്പൊ ചെടിയെന്ന് പറഞ്ഞപ്പോൾ എളുപ്പമായി. നിങ്ങളൊരു വിത്ത് നിങ്ങൾ ഉണക്കി, നിങ്ങൾ ശരിപ്പെടുത്തി, നിങ്ങൾ നടുമ്പോൾ അതിന്മേൽ 1000 ഈതിബാധകൾ വരുന്നുണ്ട്. ശരിയല്ല? നിങ്ങൾ നെല്ല് വിതച്ചാൽ, നിങ്ങൾ കുമ്പളം നട്ടാൽ, നിങ്ങൾ വെള്ളരി നട്ടാൽ, നിങ്ങൾ മത്തൻ നട്ടാൽ, നിങ്ങൾ നടുമ്പോഴെല്ലാം നിങ്ങളുടെ രോഷ കോപ താപാദികളെല്ലാം ആ വിത്തിൽ ബോധമായി കടന്നുകൂടുമ്പോൾ നിങ്ങളിൽ കിടക്കുന്ന രാഗദ്വേഷ പങ്കിലമായ മനസ്സ് സൃഷ്ടിയിലിരിപ്പുണ്ട്. നിങ്ങൾ വ്യവസ്ഥാപിതമായി വിവാഹം കഴിച്ച് പ്രേമമില്ലാതെ, ചോദനയില്ലാതെ, നൈസർഗികമല്ലാതെ ഒരു വ്യാവസായിക ഉൽപ്പന്നമെന്ന നിലയിൽ ഇണചേർന്നൊരു കുട്ടിയെ ജനിപ്പിക്കുമ്പോൾ ആ കുട്ടിയിൽ നിങ്ങളുടെ വ്യാവസായിക പ്രതിഭകളുടേതായ രാഗദ്വേഷങ്ങൾ അത്രയും കലർന്ന് കയറുന്നുണ്ട്. കാരണം അതിൽ സൃഷ്ടികർത്താവിനെ നൈസർഗികമായി വരുന്ന ചോദനയിൽ അടങ്ങിയിരിക്കുന്ന പ്രജാപതിയെ നിങ്ങൾ വലിച്ചു മാറ്റിയിട്ട് നിങ്ങളുടെ രാഗദ്വേഷപങ്കിലമായ മനസ്സിൽ സൃഷ്ടിയുടെ അഹന്ത ഏറ്റെടുത്ത് ഞാൻ സൃഷ്ടിച്ചവനും സൃഷ്ടി എൻ്റേതുമാണെന്ന മമതയിൽ കയറിക്കൂടുമ്പോൾ ഈ ലോകത്തിനതിനെ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ഈതിബാധകളും ആ സൃഷ്ടിക്കെതിരായി അടുത്തെത്തുന്നുണ്ട്. ഒന്നാം ഭാഗം. ചുറ്റും കണ്ണോടിക്കുക. നിങ്ങൾ കാണുന്ന എല്ലാ സൃഷ്ടിയുടെ പിന്നിലും മാനവന്റെ അഹന്ത, ശാസ്ത്ര കൗതുകം, ശാസ്ത്രജ്ഞൻ, ശാസ്ത്രം ഇവയിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്ന എല്ലാത്തിലും ഈ ഈതിബാധകളുടെ ആന്തോളനമുണ്ടോ ഇല്ലയോ? അതില് അങ്കിതമായ ഊർജസ്രോതസ് ആനന്ദത്തിനു പകരം ദുഃഖത്തെയും ആരോഗ്യത്തിനു പകരം അനാരോഗ്യത്തെയും തരുന്നുണ്ടാവുമോ?
ഇപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചേ, തരുന്നുണ്ടാവുമോ? നിങ്ങളുടെ അനുഭവത്തിന് ഉത്തരം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന കാര്യം എനിക്കൊന്നും ആലോചിക്കാനില്ല. നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്താ ഉത്തരം? ഉണ്ടാവും. നൈസർഗികമായി വളർന്നു വരുന്ന ഏത് ചെടിയെടുത്താലും നൈസർഗിക ചോദനയിൽ ഏതോ അനുപമേയ നിമിഷത്തിൽ ലോകത്തെ ഏത് ചേർച്ചയിൽ നിന്ന് പുതിയ ജനനമുണ്ടായാലും അതിനെ കീഴടക്കുവാനോ അതിനെ നശിപ്പിക്കുവാനോ ഒരു ശക്തിക്കുമാകാത്ത വിധം അതെല്ലാത്തിനെയും ഉല്ലംഘിക്കുകയും ആനന്ദത്തെ ലോകത്തിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവുമോ? നിങ്ങളൊരു പേര് പറയുമല്ലോ, മനുഷ്യ സൃഷ്ടിന്മുഖമായ ഭാവപ്രത്യയങ്ങളും അഭാവപ്രത്യയങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഇല്ലാതെയുണ്ടാകുന്ന സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും നിങ്ങളൊരു പേര് പറയുമല്ലോ. വ്യവസ്ഥാപിത വൈവാഹിക ജീവിതങ്ങളിൽ നിന്നും മറ്റുള്ളവയിൽ നിന്നുമൊന്നും അല്ലാതെ ജനിക്കുന്ന സന്താനങ്ങൾ, വ്യവസ്ഥാപിത കൃഷിയിൽ നിന്നല്ലാതെ പറമ്പിൽ കിളിക്കുന്ന അതിനെന്താ പേര് പറയാ, പടുമുള, പടുകുരുപ്പ എന്നൊക്കെ പറയുന്നത് അല്ലേ? അത് തരുന്നൊരു സന്തോഷം അതിനെക്കുറിച്ചുള്ള ഓർമ്മയുടെ ആനന്ദം കാര്യമായിട്ട് ചോദിച്ചു. ഞാൻ വളരെ കാര്യമായിട്ട് ചോദിച്ചു. ഒരു കുമ്പളം, വെള്ളരി, മത്തൻ മുതലായതൊക്കെ പറമ്പിൽ തന്നെ കിളുത്തു വരുന്നതിൻ്റെ കായ്ഫലം ആ പറമ്പിലൊക്കെയുള്ള കൃമികീടങ്ങളും ജീവജാലങ്ങളുമൊക്കെ അതിനോട് മാത്രം മല്ലടിക്കാൻ പോകാതെ അത് എൻ്റെയും അതിൻ്റെയും തന്ത ഒന്നാണെന്ന് തോന്നുമാറ് ഒരു പാരസ്പര്യം ശരിയല്ല. നമ്മളൊക്കെ ഒരു ഒന്നാണ് കേട്ടോ. നീ ഒറിജിനൽ തന്തയ്ക്ക് ജനിച്ചതാണ്, മറ്റതൊക്കെ അത്ര ഒറിജിനൽ അല്ല എന്നുള്ള ഒരു അങ്ങനൊരു പെരുമാറ്റം പോലെ അതിൻ്റെ വളർച്ച തോന്നാറുണ്ടോ? അതോ രുചിയും കൂടുതലായിരിക്കും. അത് നൽകുന്ന സൗഭാഗ്യങ്ങൾ നല്ലതായിരിക്കും. അത് മറ്റുള്ള ചുറ്റുപാടുകളെ കഷ്ടപ്പെട്ടൊരുക്കി വയ്ക്കാതെ അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾക്കെല്ലാം ഏതോ പ്രപഞ്ചാതിശായിയായ പ്രേമം സദാ സർവദാ ഒരുക്കി വയ്ക്കുന്നു. ശരിയല്ല? നിങ്ങളുടെ വീടുകളിൽ വളരുന്ന, നിങ്ങൾ വളർത്തുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്യവസ്ഥാപിത വ്യവഹാരങ്ങളുടെയും വ്യവസ്ഥാപിത കരാറുകളുടെയും പേരിൽ വളരുന്ന കുട്ടികളെക്കാൾ മറ്റുള്ളവർക്ക് ആനന്ദം നൽകാൻ ഒന്ന് കയറിച്ചെല്ലാൻ പറ്റിയത് അനാഥാലയങ്ങളിലെ കുട്ടികളാകുന്നുണ്ടോ?
കൊടുക്കാൻ ശീലിച്ചവൻ പ്രകൃത്യ അങ്കിതമായ അവന്റെ പ്രേമം കൊണ്ട് സഹായിക്കുവാനും കൊടുക്കുവാനും ഒരുങ്ങുമ്പോൾ പ്രാകാതെയും വഴക്കു പറയാതെയും ലുബ്ധിക്കാതെയും തന്റെ സൃഷ്ടിയായ തന്റെ മക്കൾക്ക് കൊടുക്കുമോ? ഞാൻ നിങ്ങളെ വല്ലാത്ത വിഷമത്തിലെത്തിപ്പിക്കുന്ന ഒരു പണിയാണ്. ഉത്തരം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കൊണ്ടായി. എനിക്ക് ആലോചിക്കാമൊന്നുമില്ല. കാരണം ഞാൻ ആ ലോകത്തിന് മൊത്തം പുറത്തു നിന്നായിരുന്നു പറയുന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ലോകത്താണിന്ന്. ഒന്നോ രണ്ടോ പേരിനി കുടുംബജീവിതത്തിലേക്ക് കടക്കാത്തവരുണ്ടെങ്കിൽ മിക്കവാറും എല്ലാം അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ആലോചിക്കാമൊന്നുമില്ല. ഞാൻ അതിന്റെ വെളിയിൽ നിന്നാണ് നിങ്ങളെയും അതിനെയും ഒക്കെ കാണുന്നത്. നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള ഉത്തരമാണ് പറയുന്നത്. ആലോചിക്കാതെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പറഞ്ഞാൽ അപകടമാകുമോ എന്നൊരു പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിൽ കൂടുതൽ എങ്ങനെയാ ഞാൻ പണിയൊപ്പിച്ചു തരുന്നു? ഇതിൽ കൂടുതൽ എങ്ങനെ ചെയ്യും? ഇത്രയൊക്കെ പോരെ? അപൂർവം ചിലർക്കെങ്കിലും ഇത് അല്പം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവരാദ്യം ഓടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപൂർവം ചിലർക്ക്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നല്ല ടീച്ചറാണ് ആദ്യം ചിരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇതറിഞ്ഞ് ചിരിച്ചാണോ, ടീച്ചറിന്റെ സ്വതവേയുള്ള ചിരിയുടെ ഭാഗമായി പൊട്ടായിട്ട് ചിരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആലോചിച്ച് നോക്കുക. ഏതൊരു ഭരണാധികാരിയായാലും ഏതൊരു ആത്മീയ ലോകങ്ങളിൽ സഞ്ചരിക്കുന്നവനായാലും ഏതൊരു വൈദികനായാലും ഏതൊരു മനുഷ്യസ്നേഹിയായാലും ഏത് സാഹിത്യകാരനായാലും ഏതോ സൃഷ്ടിയുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നിടത്തു നിന്ന് ഉൽപ്പന്നമാകുന്ന തനിക്ക് അജ്ഞേയമായ സൃഷ്ടി വൈചിത്ര്യത്തിന്റെ പ്രേമത്തിൽ അങ്കിതമായ ഒരു സൃഷ്ടി അവന്റെ മനസ്സിന്റെ തേട്ടത്തിൽ എത്രത്തോളം ആനന്ദം നുകർന്നു നിൽക്കുമെന്ന് അവളുടെ മനസ്സിൽ എത്രത്തോളം ആനന്ദം നുകർന്നു നിൽക്കുമെന്ന് ലോകത്തുള്ള സമസ്ത സൃഷ്ടിയുടെ പിന്നിലും നിലകൊള്ളുന്ന ഈ രഹസ്യം മാനവന്റെ ചിന്താബന്ധുരങ്ങളായ ലോകങ്ങളിൽ എപ്പോഴെങ്കിലും കടന്നു ചെന്നിട്ടുണ്ടോ എന്ന് സൃഷ്ടി അറിഞ്ഞും അറിയാതെയും നടക്കുന്നതിലെല്ലാം സ്രഷ്ടാവിനെ ചേർത്തുവെച്ച് സൃഷ്ടിക്കുന്നതിൻ്റെയും സ്രഷ്ടാവില്ലാത്ത സൃഷ്ടിയുടെയും പൂർണ്ണതയുടെയും അപൂർണതയുടെയും ലോകങ്ങൾ യജ്ഞസങ്കല്പം നമുക്ക് അനാവരണം ചെയ്തു തരുന്നുണ്ടാവില്ലേ? അത് ഈ വിഷയത്തിന്റെ ഗൗരവത്തെ കണക്കിലെടുത്ത് ചിന്തിച്ചാൽ മഹാഭാരത യുദ്ധത്തിന്റെ ഐതിഹാസികതയ്ക്ക് പിന്നിൽ യജ്ഞമില്ലാത്ത സൃഷ്ടിയിൽ നിന്നുൽപ്പന്നമായ പാണ്ഡവ കൗരവന്മാരുടെ ഇതിഹാസമായത് അതപ്പതിക്കുന്നില്ലേ? ഞാൻ കൊണ്ടുവയ്ക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു മാനബിന്ദുവിലാണ്, മറന്നുപോയില്ലെങ്കിൽ. മാംസപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിയുടെ രഹസ്യം കയ്യിലെടുക്കുവാൻ കഴിയുന്ന ഒരു ബൗദ്ധിക ശാസ്ത്രകാരനായ ഋഷി
നൂറ്റൊന്ന് ജീവനെ സൃഷ്ടിച്ചിട്ട് തപസ്വാധ്യായ നിരതനും സർവജ്ഞകൽപ്പനും ആയ തന്റെ സൃഷ്ടിയുടെ വൈചിത്ര്യം അവരുടെ ജീവിതകാലമത്രയും അവരെയും അവർ പോയ ബന്ധാവിനെയും അവരോടിടപെട്ട ലോകത്തെയും അവരെക്കുറിച്ച് ചിന്തിക്കുന്നവരെയും നിത്യദുഃഖത്തിലാഴ്ത്തുവാൻ പര്യാപ്തമാകുമാറാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ പ്രജാപതിയുടെ സൃഷ്ടിരഹസ്യത്തിലേക്ക് ബോധപൂർവം കടന്നു ചെല്ലാൻ കഴിയാത്ത തന്റെ സൃഷ്ടിയുടെ വൈചിത്ര്യം അധപ്പതനത്തിൻ്റെത് മാത്രമാണെന്ന് വിലപിക്കുകയാണോ വ്യാസൻ ഈ ശ്ലോകങ്ങളിൽ? ഫോളോ ചെയ്യുന്നൊരു സംശയം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുവോ എന്ന് എനിക്കൊരു സംശയമായി. കാരണം ഇതിൻ്റെ ആകാരഭംഗിക്കപ്പുറം ഇതിൻ്റെ ആശയ സൗഷ്ഠവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോകുമോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് എന്നിൽ സങ്കല്പം ഉണർന്ന് എനിക്ക് വേണ്ടി, എൻ്റെ വീടിന് വേണ്ടി, എൻ്റെ ആശ്രമത്തിന് വേണ്ടി, എൻ്റെ പരമ്പരയ്ക്ക് വേണ്ടി, എൻ്റെ നാടിനു വേണ്ടിയൊക്കെ ഞാൻ ഒരു പുത്രനെയോ പുത്രിയെയോ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന കരാറുകളും തീരുമാനങ്ങളും അതിൻ്റെ പണവും ഭാവവും അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന സന്തതി പരമ്പരകളുമെല്ലാം വ്യവസ്ഥാപിതമായ കാമങ്ങളിലെല്ലാം ഞാനും എൻ്റേതും ഒളിഞ്ഞിരുന്ന് എന്നെ സൃഷ്ടികർത്താവാക്കി തീർക്കുന്നുണ്ട്. അതിൽ നൈസർഗികതയില്ലെന്ന് മാത്രമല്ല, ആ തോന്നലുണരുന്ന മുഹൂർത്തം മുതൽ എൻ്റെ മൃത്യു വരെ ദുഃഖത്തിൻ്റെ ഊടുപാതയിലൂടെ മാത്രമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. പക്ഷേ അതൊരു ഗവേഷണവും അതൊരു വലിപ്പവും അതൊരറിവും അത് ചരിത്രത്തിലേക്കൊരു സംഭാവനയുമാണെന്ന് അന്യരെ ധരിപ്പിച്ചും ഞാൻ ധരിച്ചും ആ ദുഃഖത്തിന് തന്നെ ശാസ്ത്രീയത നൽകുവാൻ ഞാൻ തത്രപ്പെടുന്നതാണ് ഈ ലോക ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ സത്യം മുഖാമുഖം ഒരിക്കൽ കണ്ടുപോയാൽ എന്റെ കാഴ്ചയിൽ എന്നെ ശാപഗ്രസ്തനാക്കിയ ഈ സത്യത്തെ കാണുന്നൊരു മാത്രയിൽ എന്നിൽ കത്തിക്കാളുന്ന രോഷാഗ്നി കൊണ്ട് അത് അത്രയും കത്തി നശിച്ചു. ആ അഗ്നിയിൽ നശിക്കുമ്പോൾ ഞാൻ ശുദ്ധനായി ഉയരുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റണം അത് ദൃശ്യത്തിൽ. ലോകത്തിൽ ഒരുവനും എന്നെ കളിപ്പിക്കുന്നില്ല, ലോകത്തിൽ ഒരാളും എന്നെ വഞ്ചിക്കുന്നില്ല. വഞ്ചനയും ചതിയും കളിപ്പിക്കലും എന്നോട് ആദ്യമായി തുടങ്ങിയത് ഞാൻ മാത്രമാണ്. പുറത്തുനിന്ന് വന്നതൊക്കെ എന്നെ നാളെ ഈ പ്രേമത്തിലേക്ക്, എന്നെ ഈ പ്രേമാങ്കിതമായ യജ്ഞസങ്കല്പത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രകൃതി ഒരുക്കിത്തന്ന സൗകര്യങ്ങൾ അത്രയുമാണ്. എന്റെ ബുദ്ധിവൈഭവം അതിനെ മുഴുവൻ ആക്ഷേപിച്ചും അതിനെ മുഴുവൻ എതിർത്തും അത് അന്യൻ എന്നോട് ചെയ്ത അനീതിയാണെന്ന് കാണിച്ചും അവനോട് ദ്വേഷം തോന്നിയും വീണ്ടും ഞാൻ എന്നെ വഞ്ചിക്കാൻ തയ്യാറാകുന്ന കോടരങ്ങളിൽ ഒതുങ്ങിക്കൂടിയതാണ് എന്റെ ജീവിതം അത്രയും.
എന്നാ ഞാൻ പറഞ്ഞു വെച്ചത്. അത് സമ്മതിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ആലോചിക്കണം എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. എനിക്കിങ്ങനെ ഇമ്മ പറയാം, സ്വാമിയാർക്ക് വല്ലതൊക്കെ പറഞ്ഞേച്ചു പോവാം. ഇത് നമ്മളെങ്ങനെയാണോ ആലോചിച്ചോണം. യജ്ഞരൂപത്തിലാണെങ്കിൽ ആ ജന്തുക്കളിലും അഭിമാനം ഉണ്ടാവും. ആ അഭിമാനമാണ് എൻ്റെ കുഞ്ഞെന്നും മറ്റതിൻ്റെ കുഞ്ഞെന്നുമുള്ള നില കുത്താനും ചവിട്ടാനും ഒക്കെ പോകുന്നത്. ജീവജാലങ്ങൾ പരിണാമത്തിന്റെ ശൃംഖലയിൽ കാലാന്തരത്തിൽ ആ യജ്ഞരൂപമായ സങ്കല്പത്തിൽ നിന്നകലുന്നു. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ചോറ് വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നോളം ഒരു പാറ്റയും ഒരു ഉറുമ്പും ശുദ്ധമായി കുളിച്ച് ശുദ്ധമായി അന്നം തൊട്ടാൽ കൈ കഴുകി ശുദ്ധമായി പാത്രം കഴുകി പഴയ ആഹാര പദാർത്ഥങ്ങൾ മുട്ടാതെ ഉണ്ടാക്കി വെച്ച കഞ്ഞി തുറന്ന വീടുകളിലായാലും മെഴുകിയ തറകളോടുകൂടിയ വീടുകളിലായാലും മാർബിളും ഗ്രാനൈറ്റും ഇട്ട വീടുകളിലായാലും ഒന്നും മറ്റ് ജീവജാലങ്ങൾ സ്പർശിക്കുകയോ അതിൻ്റെ അടുക്കലെത്തുകയോ പോലും ചെയ്യാറില്ല. ശുദ്ധമായ പാത്രത്തിൽ ശുദ്ധമായ മനസ്സും ശുദ്ധമായ ഭാവങ്ങളുമായി മാങ്ങയോ നെല്ലിക്കയോ നാരങ്ങയോ അരിഞ്ഞ് അതിലിട്ട് അതിന് ചേർക്കേണ്ട മുളകും സാധനങ്ങളും ചേർത്ത് ശുദ്ധമായ സ്ഥലത്ത് അടച്ചു വെച്ചാൽ അതിലൊരു പുഴുവും വരുന്നില്ല. നൂറ്റാണ്ടുകൾ ഈ രാജ്യം കാണിച്ചു തന്നതാണ് ഈ പ്രക്രിയ. മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുക, ശരീരത്തെ ശുദ്ധമാക്കി വയ്ക്കുക, അവികലങ്ങളായ വികാരങ്ങളോടുകൂടി ജീവിക്കുക എന്നത് സാധ്യമല്ലെന്നും അത് സ്വാതന്ത്ര്യമല്ലെന്നും വികാരങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് ചാരുത പകരുന്നതെന്നും കണ്ടെത്തിയ നാളുകളിൽ എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചാലും ആ വികാരജന്യമായ ലോകത്തേക്ക് എല്ലാ ജീവജാലങ്ങളും നാശോന്മുഖമായി അടുക്കുകയും ചെയ്യുന്നു. എന്തെല്ലാം തരം വിഷങ്ങൾ നിങ്ങൾ വാരിത്തൂടിയാലും അതിയായ പ്രേമപ്രഹർഷത്തിൽ ജനിക്കുന്ന മത്സ്യങ്ങൾ, ഞൗണിക്കകൾ, പാമ്പുകൾ, എലികൾ ഇവയൊക്കെ പാടത്തും ചുറ്റുപാടും ഉണ്ടെങ്കിൽ നിങ്ങൾ തളിക്കുന്ന മരുന്നുകൊണ്ട് ഇവയെല്ലാം ചത്തുപോകും. മനസ്സിലായില്ല? ആ വിഷം ഉൾപ്പെടെയുള്ള വെള്ളം നിങ്ങളുടെ മലവും മൂത്രവും ഇതര ജീവികൾ ചത്തൊടുങ്ങിയതും ആയ അവശിഷ്ടങ്ങളുമായി ഒഴുകി വരുമ്പോൾ നിങ്ങളുടെ ഓടകളിലും പരിസര പ്രദേശങ്ങളിലും ആ കൂടിയ വിഷത്തെയൊക്കെ അതിജീവിക്കുന്ന കൊതുകുകൾ മുട്ടയിട്ട് ലാർവകളായി നിങ്ങളെയും ലോകത്തെയും നശിപ്പിക്കുവാനുള്ള പ്രക്രിയയുമായി രംഗപ്രവേശം ചെയ്യുന്നു. ശാസ്ത്രം കയ്യിലെടുത്ത സൃഷ്ടിയിൽ നിന്ന് വിനാശകരങ്ങളായ ഇതിഹാസങ്ങൾ മാത്രമുണ്ടാകുമ്പോൾ യജ്ഞസങ്കല്പമായ സൃഷ്ടിയിൽ നിന്ന് ആനന്ദം മാത്രമുണ്ടാകും. യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല.
അതൊക്കെ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് വിചാരിച്ചാ പറഞ്ഞു. ലോകത്തിൽ ഏതൊരു സൃഷ്ടിയും നടക്കുന്നത്, ഏതൊന്നും ചെയ്യുന്നത് ആവശ്യത്തെ ആധാരമാക്കിയാണ്. നിങ്ങളിന്ന് നടത്തുന്ന ഗവേഷണങ്ങളെല്ലാം അഹന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വി കെ കൃഷ്ണമേനോനാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് റിസർച്ചിലേക്ക് ഒരു പറ്റം ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങി. അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് അവരിരുന്നപ്പോൾ റിസർച്ചിന് സബ്ജക്റ്റ് കൊടുക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്? അവർക്ക് ആർക്കും ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. പ്രതിരോധ രംഗത്തെ റിസർച്ചിന് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതിനുത്തരം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അവർക്ക് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു ഭരണാധികാരിയുടെ ദുഷ്ടസങ്കല്പത്തിന് തങ്ങളുടെ ബൗദ്ധിക പ്രതിഭയെ മുഴുവൻ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ജീവനെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ന ആയുധങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അവർക്കത് ഉണ്ടാക്കാനും അതിന്റെ ഫോർമുല നിശ്ചയിക്കാനും എളുപ്പമാണ്. മനസ്സിലായില്ല. അപ്പൊ ആവശ്യത്തിന്റെ പേരിലാണ് സൃഷ്ടി നടക്കുന്നത്. ആവശ്യം മനുഷ്യന് മറ്റുള്ളവയുടെ മേൽ ആക്രമണം നടത്തി ഈ യജ്ഞസങ്കല്പത്തെയും പുരാതനമായ സൃഷ്ടിയെയും തകർക്കുന്നതിനാണോ ആവശ്യം? ആ യജ്ഞത്തെ നിലനിർത്തി സൃഷ്ടിയെ ജാജ്വല്യമാനമാക്കുന്നതിനാണോ ആവശ്യം? ഈ ചോദ്യം ലോകത്തെ രണ്ട് മാർഗങ്ങളിലേക്ക് തിരിക്കുന്നു. ഒന്ന് ദക്ഷിണായനത്തിന്റെയും ഒന്നൊരു ഉത്തരായനത്തിന്റെയും. ഒന്ന് സൗരമായ മാർഗത്തിന്റെയും ഒന്ന് ഭൗമമായ മാർഗത്തിന്റെയും. അപ്പൊ ആവശ്യം എട്ടുകാലിയിലുള്ളത് കൊണ്ടാണ് അത് ആഹാരമെന്ന ആവശ്യത്തിന് വേണ്ടി അത് കിട്ടുന്ന സാധ്യത തേടി പുറപ്പെട്ടത്. ജനിച്ച ഉടനെ ആ സാധ്യത ഇന്നിടത്തുണ്ട് എന്നറിഞ്ഞാൽ, ആ ജനൽ തുറന്നു കിടക്കുന്നു, അതിലൂടെയാണ് പാറ്റകൾ വരുന്നത് എന്നറിഞ്ഞാൽ ആ ജനലിന്റെ അവിടെ ചെന്ന് എത്തുന്നു. അത് മറ്റൊരു വീട്ടിൽ നിന്ന് ചാടി അയൽവക്കത്തെ വീട്ടിലെ ജനലിലൂടെയാണ് പ്രകാശം അരിച്ചിറങ്ങുന്നതെന്നും അവിടെയാണ് ധാരാളം ചെറിയ ജീവികൾ പറക്കുന്നതെന്നും കണ്ടാൽ ആ എട്ടുകാലി ചാടിച്ചെന്ന് അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന എട്ടുകാലിക്ക് ആ ആവശ്യം നിറവേറ്റാൻ സാമഗ്രി വേണം. ആ ആവശ്യത്തിന്റെ സാധ്യത കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇനി സാമഗ്രി വേണം, വല. അത് തന്നിൽ നിന്നുണ്ടാകും. അത് കെട്ടണം, അതിന് സാമർഥ്യം വേണം. ആ പറന്നു വരുന്ന ജീവിയുടെ വേഗവും ദിശയും, കാറ്റുള്ള വഴിയിലാണ് അത് പറന്നു വരുന്നത്. കാറ്റുള്ള വഴിയിലാണ് താൻ വല കിട്ടുന്നത്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 100 കിലോമീറ്ററിലാണ്. ആ പറന്നു വരുന്നതിന്റെ വേഗം 25 കിലോമീറ്ററിലാണ്. സോ കാറ്റിന്റെയും അതിന്റെയും വേഗം ആ ദിശയിൽ, അതിന്റെ റിസൾട്ടന്റ് വെലോസിറ്റി, ഒരു മാനവൻ കണക്കുകൂട്ടുന്നതിനേക്കാൾ കൃത്യതയോടെ ആ എട്ടുകാലി കണക്കുകൂട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ വലയും പറിച്ച് മറ്റവൻ സ്ഥലം വിടും. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. നിങ്ങളാകെ അഭിമാനിച്ചിരിക്കുന്നത് മെക്കാനിക്സും ഡൈനാമിക്സും ഒക്കെ പഠിച്ച് നിങ്ങളെക്കാൾ വലിയവന്മാരൊന്നും ലോകത്തില്ലെന്നാണ്. ഒരു എട്ടുകാലിക്ക് അറിയുന്നിടത്തോളം നിങ്ങൾക്ക് അറിയില്ല. അവൻ കൃത്യമായ റിസൾട്ടന്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റിനെതിരെ, കാറ്റ് വരുന്ന ദിശയ്ക്കെതിരെയാണ് ജീവി പറക്കുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി റിസൾട്ടന്റ് വേറൊന്നാണ്.
അപ്പോൾ തന്റെ വല ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്നാൽ വല പൊട്ടും. ഇറ്റ് ഷുഡ് നോട്ട് ബി സ്റ്റാറ്റിക്, ഇറ്റ് ഷുഡ് ബി ഡൈനാമിക്. അതിനതിന്റെ കാലുകളിട്ടും സ്പൈറലായി പിടിപ്പിച്ചു. എത്ര സ്പ്രിങ് വേണം, സാമഗ്രി അനാവശ്യമായി ചെലവാക്കാതെ. മനസ്സിലായില്ല? വലയിൽ നിന്ന് വല വ്യത്യസ്തമായി നോക്കണം. 32 സ്പ്രിങ്ങിലൊരു വല, 12 സ്പ്രിങ്ങിലൊരു വല, 7 സ്പ്രിങ്ങിലൊരു വല, സ്പ്രിങ് ഇല്ലാത്ത വല. കണ്ടിട്ടില്ല? വല കണ്ടിട്ടുണ്ട്, സ്പ്രിങ് കണ്ടിട്ടില്ല. എന്നാ ഇന്ന് പോലൊന്ന് ശ്രദ്ധിക്കും. മക്കളെ ഇത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഇക്വേഷനും ഒക്കെ കാണാതെ ബോധ്യാവും. അചേതനങ്ങൾ പോലും ചേതനങ്ങളാണെന്ന് തോന്നുന്ന അന്തസ്ഥിതമായൊരു ചൈതന്യം അവരിൽ നിന്ന് അർസനാവിരം ഉയരും. അത് യജ്ഞസങ്കല്പത്തിൽ അമർന്ന ഒരു എഡ്യൂക്കേഷനാണ്. അതിന് മൂവ്മെന്റ് ഉണ്ടാവും. അന്നേരം വേറെ നിങ്ങൾ കാശ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടില്ലേ? അതിന് കിട്ടുമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ കാശും അങ്ങനെ ഉണ്ടായതാണ്. അത് പോകേണ്ടത് തന്നെയാണ്. പോയില്ലെങ്കിൽ പിന്നെ എന്താ ഒരു ചാരുത? ഇത് കയ്യിലിരുന്നാലും വലിയ കുഴപ്പമില്ലേ? ഇങ്ങനെ കാശുണ്ടാക്കുക, പോവുക. പോകാതെ ഈ കാശ് മുഴുവൻ കയ്യിലിരുന്നാലാണ് വലിയ അപകടം. ഇത് കൂടുതലായിട്ടിരുന്ന് കഴിഞ്ഞാൽ മനുഷ്യന് വലിയ ഉപദ്രവമാണ്. ഇതിങ്ങനെയൊക്കെയാണ് ഇറങ്ങി പോകേണ്ടത്. തെറ്റുകാരിക്ക് ഈ ശല്യമില്ല. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. അപ്പൊ സാധ്യത, ആദ്യം ആവശ്യം, ദെൻ സാധ്യത, ദെൻ സാമഗ്രി, ദെൻ സാമർഥ്യം. ഇത് 4 ചേർന്ന് അത് കിട്ടുന്നത്. അതാണ് യഥോ ഊർണനാഭി സൃജതേ കൃണതേച്ച. ഒറ്റ ശ്ലോകത്തിനകത്ത് പണി അവർ തീർത്ത് കയറ്റുന്നു. അതിന് ഈ ഒരുപാട് തിയറിയൊന്നും അവർക്ക് എഴുതേണ്ടി ഒന്നുമില്ല. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനസ്സിലാകുന്ന ഭാഷയിൽ അവർ എഴുതുന്നു. അതാ സ്പ്രിങ്ങൊക്കെ കാണാം. അത് നോക്കി നിന്നാൽ വളരെ രസമുള്ളതാണ്. കാരണം ഈ പറവ ഇങ്ങി പറന്നു വരുമ്പോഴേക്ക് വലയും കൊണ്ടാവും കുറച്ച് മുമ്പോട്ട് പോവുക. കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് പോയിട്ടാണ് പതുക്കെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. ആ വരവിലായി ഇവൻ അതിൽ ഒട്ടുന്നത്. പിള്ളേരെ പഠിപ്പിക്കാൻ നിങ്ങൾ മായാവി ഒട്ടിപ്പോ എന്നൊക്കെ പഠിപ്പിക്കും. പക്ഷെ ഒട്ടിപ്പോ ഇവിടെയാണ്. ടീച്ചറൊക്കെ ഇരുന്ന് ബാലരമ വായിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. മുതിർന്നവരാ കൂടുതൽ ഇത് വായിക്കുക. അത് മനോരമയ്ക്ക് നന്നായിട്ടറിയാം. പിള്ളേരുടെ വായന ഇത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരും. ഇതൊന്നും കണ്ടിട്ടില്ല. അതാ ഉദാഹരണമായിട്ട്. അപ്പൊ ജീവിതത്തിൽ ആ യജ്ഞം അവിടെ കിടപ്പുണ്ടെങ്കിൽ, സൃഷ്ടിയുടെ ഒപ്പമുള്ള യജ്ഞസങ്കല്പത്തോടെയാണ് പ്രജാപതി സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ, സൃഷ്ടി രഹസ്യത്തിനകത്ത് ജീവിതായോധനത്തിന്റെ അന്ത്യം വരെ നിലനിൽക്കുന്ന ഒരു പ്രേമവും പാരസ്പര്യവും ഉള്ളതുകൊണ്ട് ഒന്നിനും അതിനെ തകർക്കാനാവില്ല. ഒരൊറ്റ സങ്കല്പത്തിനകത്ത് സമസ്ത യുദ്ധങ്ങളും അനാവശ്യമായി. ഒരൊറ്റ സങ്കല്പത്തിനകത്ത്, യജ്ഞമെന്ന ആ പദത്തിനകത്ത് തന്നെ യാതൊന്ന് ജ്ഞാനപൂർവകമാകുമോ ആ പ്രേമപ്രകർഷത്തിനകത്ത് സമസ്ത യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും ദ്വേഷങ്ങളും അസ്തമിച്ചു.
ചാരുവായ അർത്ഥഗർഭമായ ആനന്ദപൂർവകമായ ഒരു ജീവിതായോധനത്തിന്റെ അയത്നലളിതവും സുന്ദരരൂപവുമായ വീർപ്പത്തി ലഭ്യവുമായി. ഇതല്ലേ സത്യത്തിൽ തേടേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞതല്ലേ. ശരിയല്ല. അതിലൊരു സുഖവുമില്ലെന്നല്ലേ നിത്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പുരുടാൻ വാങ്ങിച്ചു, എത്ര മരുന്ന് തെളിച്ചു, എത്ര വളവിട്ടു, എന്നിട്ടും അവസാനം ഇതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവയോടെല്ലാം പകയോടായി. ജീവിതം മുഴുവൻ അതിൻ്റെ സ്മരണകളുമായി ജീവിക്കുമ്പോൾ ഇതൊന്നുമിടാതെ കിളിർത്തു വന്നതിൽ നിന്ന് പറിച്ചു തിന്ന് ആനന്ദം അനുഭവിച്ച് കടന്നുപോയ എൻ്റെ ജീവിതായോധനത്തിലേക്ക് ഞാനൊന്നു ചെയ്യുമെങ്കിൽ ആ സൃഷ്ടികർത്താവിൻ്റെ യജ്ഞസങ്കല്പങ്ങളിൽ വേണം സൃഷ്ടിയെ അനുരണനം ചെയ്ത് കൊണ്ടുപോകാനെന്ന് ഓർമ്മിക്കേണ്ടതല്ലേ. ആ സൃഷ്ടികർത്താവിനെ സ്മരിക്കുകയും അയാളൊരുക്കിയ കുണ്ഡം ജ്വലിപ്പിക്കുകയും അതിലേക്ക് ഹവിസായി സൃഷ്ടിക്കുള്ള രഹസ്യമർപ്പിക്കുകയും അതിന്റെ അനുരണനങ്ങളിൽ കാതോട് കാതോരം സ്ഫുലിംഗങ്ങളായി ഉയരുകയും ചെയ്യുന്ന യാജ്ഞിക സങ്കല്പത്തിന്റെ അനവദ്യ സുന്ദരങ്ങളായ ഭാഷ്യങ്ങളിൽ നിന്ന് മാനവ ജീവിതം ഉരുത്തിരിഞ്ഞുണ്ടായാൽ സങ്കല്പിക്കാനെങ്കിലും കഴിയുമോ? ചെയ്യാൻ കഴിയുമോ എന്നല്ല ചോദിച്ചേ, സങ്കല്പിക്കാനെങ്കിലും. ഭാര്യയോട് ഭർത്താവ്, ഭർത്താവിനോട് ഭാര്യ, ഭവതി അവിടുന്നും ഞാനുമായുള്ള ബന്ധത്തിൽ, ഭവാൻ അങ്ങും ഞാനുമായുള്ള ഈ ബന്ധത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ ആനന്ദവും ലോകത്തിൻ്റെ സന്തോഷവുമായി തീരുന്ന ഒരു സന്താനം പിറക്കാൻ പോകുന്നത്. ഇത് ആ ഈശ്വരീയമായ അനന്തപ്രേമത്തിൻ്റെ ഭാവതീവ്രതയിലായിരിക്കണം ജനിക്കേണ്ടത്. അതുകൊണ്ട് നാം തമ്മിലുള്ള അത്യഗാധമായ പ്രേമത്തിൽ നിന്ന് വേണം കുട്ടി ജനിക്കാൻ. അല്ലാത്തിടങ്ങളിൽ ശാരീരിക തൃഷ്ണയ്ക്ക് എന്തിനു കുട്ടി ജനിക്കണം? ഭാര്യയും ഭർത്താവുമുള്ള പകയിൽ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ നടത്തുന്ന ബലാത്സംഗത്തിൽ നിന്ന് സംജാതമാകുന്ന ബീജാണ്ഡങ്ങളുടെ സങ്കലനവും അതിൻ്റെ മേൽ ശാസ്ത്രജ്ഞൻ നടത്തുന്ന അക്രാമിക പ്രതിഭാസങ്ങളുടെ ആന്തോളനങ്ങളും അത് ഭൂജാതമാകുന്നത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന രണാങ്കണത്തിൽ തെറിയും ചീത്തയും അടിയും വെട്ടും കുത്തും ആയുധ മത്സരങ്ങളുമായി ജനിക്കുന്ന ഓരോ ശിശുവും അവൻ്റെയും അവൻ്റെ പിതൃപിതാമഹന്മാരുടെയും അവൻ്റെ സംസ്കാരത്തിൻ്റെയും അവൻ്റെ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെയും അന്തകരായിത്തീരുന്നു എങ്കിൽ ഈ യജ്ഞസങ്കല്പം നീളുന്നത് വിപുലമായൊരു ലോകത്തേക്കാണ്. ഭാവന എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു കൂട്ടിയ കുറ്റം എത്രയാണ്.
ഈ പാപമെല്ലാം എന്ന് കഴുകും? ഒരു നിമിഷം ആ പ്രേമപ്രഹർഷത്തിലേക്ക് നിങ്ങൾക്കിന്ന് ഉയരാൻ കഴിഞ്ഞാൽ ആ പാപമെല്ലാം ഒലിച്ചു പോവില്ലേ? സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടി രഹസ്യവും ഏറ്റെടുത്ത് സൃഷ്ടികർത്താവെന്ന് അഭിമാനിച്ച് നീങ്ങുന്ന ആധുനിക മാനവന്റെ വ്രണിത ഹൃദയങ്ങളുടെ അന്തരാളങ്ങളൊന്ന് പരിശോധിച്ചാൽ പ്രായശ്ചിത്തങ്ങളുടെ അനന്ത ദിനങ്ങൾ ഉണ്ടാവില്ലേ? അറിവില്ലാതെ ആനന്ദപൂർവം പ്രേമത്തോടെ ചെയ്ത ലോകങ്ങളും അറിവ് പൂർണ്ണതയിലെത്തി ആ പ്രേമത്തിലമർന്ന് ചെയ്യാമായിരുന്ന കർമ്മങ്ങളും അറിവുണ്ടെന്ന് അഭിമാനിച്ച് ചെയ്തപ്പോൾ വന്നു ചേർന്ന വൈകല്യം, അതിന്റെ ഋതുഭംഗങ്ങൾ, വാക്കിന്റെ ഋതുപരിണാമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. വാക്കിലമർന്ന ഋതുഭംഗങ്ങളും ഋതുപരിണാമങ്ങളുമുണ്ട്. അറിവില്ലായ്മയുടെ ലോകത്ത് പ്രജാപതി കൊളുത്തിവെച്ച യജ്ഞസങ്കല്പത്തിൽ നിലകൊണ്ട് ആനന്ദപൂർവം ചെയ്ത കർമ്മവും മനസ്സിലായില്ല. പ്രജാപതിയുടെ യജ്ഞസങ്കല്പത്തെ അനുഭവിച്ചു പഠിച്ച് അനുഭവിച്ചതാണ് സത്യമെന്നറിഞ്ഞ് അറിവിന്റെ അന്തരാളത്തിൽ ചെയ്ത കർമ്മവും മനസ്സിലായില്ല. അനുഭൂതിയിലും അറിവിലും ഒന്നായി നിലകൊള്ളുമ്പോൾ അറിഞ്ഞവനെന്ന് നടിച്ച മനുഷ്യൻ അറിവിലാണെന്ന് അഹങ്കരിച്ചു ചെയ്ത കർമ്മങ്ങൾ ഈശാവാസ്യം ഈ ഋതുഭംഗത്തിന് മിഴി തുറക്കും. എങ്ങനെയാണ് മിഴി തുറക്കുക? അന്ധം തമപ്രവിശന്തിയേ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവദേവു വിദ്യായാം രതാഃ. നാരായണഗുരു മനോഹരമായി ഇത് തർജ്ജമ ചെയ്യും. അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസിലും വീഴുന്നു വിദ്യാരഥർ അങ്ങതേക്കാൾ കൂരിരുട്ടിലും. ശരിയല്ല. യജ്ഞമെന്നൊരു സങ്കല്പം നമ്മൾ പഠിക്കുമ്പോൾ സഹശബ്ദത്തിൻ്റെയും പുരാശബ്ദത്തിൻ്റെയും ചർച്ചയിൽ വലിയൊരു ലോകം മാറി വരികയാണ്. ആദ്യം പറഞ്ഞ ഒന്നുമല്ല, അതിലാണ് ചിലപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും, കാരണം ആദ്യത്തെ കാസറ്റ് വീട്ടിൽ കൊണ്ടുപോയി, അതാണ് ഇത് കാസറ്റിലൊക്കെ കൊണ്ടുപോയാൽ വരുന്ന വൈകല്യം. ആദ്യത്തത് കൊണ്ടുപോയി കൊടുത്ത് ഇവനൊരുമാതിരി ഇതുമായി, ഇയാളെന്ത് മനുഷ്യനാണ്, ഇതൊരുമാതിരി ഇതാണെന്ന് ഓർത്തിങ്ങി വന്നപ്പോഴേക്ക് ഇയാൾ വേറൊരെണ്ണം പറയും. അതുകൊണ്ട് ഇതൊക്കെ ചുരുട്ടിക്കെട്ടി
തട്ടുമ്പുറത്ത് എവിടെയെങ്കിലും ഇടാനേ കൊള്ളൂ. അതിന്റെ അനുഭൂതിയൊക്കെ ആ ലോകത്തേക്ക് നിങ്ങൾ ഉയരുമ്പോഴേ ഉള്ളൂ. ശരിയല്ല? അതാ ഒരു നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ ആ യജ്ഞസങ്കല്പമൊക്കെ അങ്ങ് പോവും. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും സൃഷ്ടികർത്താവിന്റെ ലോകം ഏറ്റെടുക്കാൻ ഓടുന്നത്. അല്ലെങ്കിൽ സൃഷ്ടി പൂർണ്ണതയിൽ ഒന്നു മതിയാകുമല്ലോ. മനസ്സിലായില്ല? പക്ഷെ ഓരോ തവണയും ഇത്തവണ സൃഷ്ടികർത്താവിന്റെ പൂർണ്ണതയിൽ ഞാൻ സൃഷ്ടിക്കുമെന്ന് ചെന്ന് പറഞ്ഞ് കുളമാകുന്നത് അതിനേക്കാൾ മോശമായിട്ടാണ്. ശരിയല്ല? ഒന്നാമത്തവനേക്കാൾ മോശം രണ്ടാമത്തവൻ. ശരിയല്ല? അതിലും മോശം മൂന്നാമത്തവൻ. നാലായാൽ പടിക്ക് പുറത്ത്. ഇതിന്റെ കാരണം ഇതാണ്. സൃഷ്ടിചോദനയുടെ അന്തരാളങ്ങളിലെ ഈ രഹസ്യം വ്യാസൻ നിസ്തുലമായി പറയുകയാണ്. ഗാന്ധാരിയും ധൃതരാഷ്ട്രനും തമ്മിലുള്ള പ്രേമപ്രഹർഷത്തിൽ നിന്നല്ല കൗരവജനനം. സൃഷ്ടികർത്താവിനെ, പ്രജാപതിയെ മാറ്റിയുള്ളൊരു പ്രജാതന്തുവിന്റെ ആഗമനം. ഋഗ്വേദാന്തർഗതമായ ആത്മാ വൈ പുത്രനാമ ഹി. സർവശാസ്ത്രങ്ങളെ വെച്ച് നോക്കിയാലും പിതാവ് തന്നെയാണ് പുത്രനായി പുനർജനിക്കുന്നത്. എന്താണെന്നൊന്നും ചോദിച്ചില്ല. അപ്പോ ആ പ്രജാ ആഗമനത്തിന് പ്രജാപതി തന്നെ പ്രജയിൽ ഒളിഞ്ഞിരിക്കുക. സൃഷ്ടിക്ക് മുമ്പ് വിവരമുണ്ടെങ്കിൽ അറിയേണ്ടത് ഞാൻ തന്നെയാണ് അതിൽ സൃഷ്ടമാകുന്നതെന്നാണ്. കുട്ടികളെ മാത്രമല്ല, കുട്ടികളുടെ കാര്യം മാത്രമല്ല, നിങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാത്തിലും നിങ്ങളുണ്ടെന്ന് ഓർക്കണം. വീട്, പേന, പുസ്തകം, കൊട എന്ത് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ബോധം നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളാണ് അതിലിരിക്കുന്നത്. അതിൻ്റെ വിപര്യങ്ങൾ അത്രയും നിങ്ങളുടെ വിപര്യങ്ങൾ കൂടെയാണ്. വാക്ക് നിങ്ങളാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ഇതെല്ലാം ആ രഹസ്യത്തിൽപ്പെടും. അതിലെല്ലാം ആ പ്രേമമുണ്ടാവണം. വാക്കൊക്കെ വിസ്മൃതമായി പോകും. അതിലടങ്ങിയിരിക്കുന്ന പ്രേമം വിസ്മൃതമാവില്ല. മക്കളെ വളർത്തുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ
ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊന്നും പറഞ്ഞയാളിനോ കേട്ടയാളിനോ സ്മൃതി മണ്ഡപത്തിലുണ്ടാവില്ല. ശരിയല്ല. പക്ഷെ വാക്കാനയിച്ചു കൊണ്ടുവന്ന പ്രേമം എവിടെയൊക്കെയോ കിടപ്പുണ്ടാവും. ശരിയല്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ജന്മജന്മാന്തരങ്ങളിലേക്കാണ് ഈ രഹസ്യം ഊന്നി നിൽക്കുന്നത്. അതാ ചോദിച്ചത്, അതാ ഭഗവാൻ പറഞ്ഞത്. പണ്ട് യജ്ഞത്തോടുകൂടി പ്രജയെ സൃഷ്ടിച്ചിട്ട് പ്രജാപതി പ്രജാ പുരാ സൃഷ്ടുവ അനേന പ്രസവിഷിധ്വം യേശവോസ്തിഷ്ഠ കാമധുക് അസ്തി ഇതി വാച. ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ മേൽക്കുമേൽ വർദ്ധിച്ചാലും ഈ ഇഷ്ടങ്ങൾ, ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവായിരിക്കട്ടെ. അതാ പ്രജാപതിയുടെ അരുളപ്പാട്. എവിടെ നിങ്ങൾ പ്രേമപൂർവം എന്തു സൃഷ്ടിക്കുന്നുവോ ആ സൃഷ്ടിയിൽ അർപ്പിതമായിരിക്കുന്ന പ്രേമം നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കുന്നു. എവിടെ നിങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിച്ചു വയ്ക്കുന്നുവോ അവയിൽ പ്രേമമില്ലെങ്കിൽ ആ ലക്ഷ്യം നിങ്ങളുടെ അന്തകനായിത്തീരുന്നു. എവിടെ നിങ്ങൾ സാമ്രാജ്യങ്ങൾ കീഴടക്കി അവ സ്വന്തമാക്കുന്നുവോ അതിൽ പ്രേമമില്ലെങ്കിൽ അത് നിങ്ങളെയും കൊണ്ടുപോകുന്നു. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച രാജാക്കന്മാരുടെയും ചക്രവർത്തികളുടെയും പരമ്പരകൾ അന്യം നിന്ന് പോയി കഴിഞ്ഞു. മനസ്സിലായില്ല? ലോകത്തെ ഞെട്ടിപ്പിക്കുകയും വറപ്പിക്കുകയും ചെയ്തവരുടെ സന്തതി പരമ്പരകൾ കുറ്റിയേറ്റുപോയി കഴിഞ്ഞു. ലോകത്ത് പ്രേമം വിതച്ചവരുടെ പരമ്പരകൾ ആനന്ദപൂർവം തുടരുന്നു. ഏത് ചരിത്ര സാപേക്ഷ്യത്തെ വെച്ചും നിങ്ങൾക്ക് പുനഃപരിശോധന ചെയ്യാം. പരമാത്മാവായ കൃഷ്ണന്റെ വാക്കുകളെ അത് നിത്യസത്യത്തിന്റെ നിസ്തുല മാതൃകയാണെങ്കിൽ സ്വീകരിക്കാം. കാലദേശങ്ങളെ അതിക്രമിക്കുന്നതും ആനന്ദത്തിന്റെ അവാച്യ ഭൂമിയിലേക്ക് എത്തിക്കുന്നതും ആയ മഹത്തായ ഈ സത്യം വ്യാസൻ യജ്ഞമെന്ന സങ്കല്പത്തിലൂടെയാണ് ഇവിടെ തുടങ്ങി വയ്ക്കുന്നത്. യജ്ഞം ത്രൈവർണികരുടേതായിരിക്കില്ല. ശരിയല്ല. യജ്ഞം എല്ലാ പ്രജയോടും ഒപ്പമുള്ളതാണ്.
ഓരോ പറവ തേൻ കുടിക്കുമ്പോഴും ആ മധു നുകരുന്നതോടൊപ്പം ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ആ ബീജത്തെ അണ്ടത്തിലെത്തിക്കുവാൻ അതുപോലും അറിയാതെ നിലകൊള്ളുന്നു ഇല്ല. അതിനെ മനുഷ്യൻ ഏറ്റെടുത്ത് പരാഗം ചെയ്ത് രൂപപ്പെടുത്തുമ്പോൾ, അത് ചെയ്യുന്നു എന്നവൻ അറിയുമ്പോൾ, അതിനവൻ സാധന സാമഗ്രികൾ ഒരുക്കുമ്പോൾ, അതിനായി അവൻ അതിനെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അവന്റെ സംഘർഷവും അവന്റെ രാഗവും ദ്വേഷവും അതിലങ്കിതമായി അത് അവനും ലോകത്തിനും നാശകാരിയായിത്തീരുന്നുമുണ്ട്. ശാസ്ത്രമുത്തരം പറയേണ്ട സങ്കീർണതകളിലൊന്നാണിത്. ഈ ശാസ്ത്രജ്ഞന്റെ ബൗദ്ധിക പ്രതിഭയിൽ ഒരിക്കലും ആനന്ദത്തിന്റെ തിരനോട്ടം പോലുമില്ലാതെ അസ്വസ്ഥതയുടെയും അന്ധകാരത്തിന്റെയും തനിക്ക് താൻ പോരുമയുടെയും ഭാവ തലങ്ങൾ മാത്രമാണ്. ശരിയല്ല. പ്രജാപതിയുടെ സൃഷ്ടി രഹസ്യത്തിൽ ഈ ചർച്ച കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അതിന്റെ സദ്ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ ലോകം ആദരപൂർവം വിനയാന്വിതമാകുമെങ്കിൽ ലക്ഷോപലക്ഷം തരം ജീവജാലങ്ങളും അവയുടെ ലക്ഷോപലക്ഷം തരത്തിലുള്ള ചേരുവകളും ചർച്ചകളും അതനുരണം ചെയ്യുന്ന നൂതന സൃഷ്ടികളും നിത്യമായി നടക്കുന്ന വിനയാന്വിതമായ പ്രകൃതിക്ക് മുമ്പിൽ അതിലൊന്നെടുത്ത് അതിൽ അഹങ്കാരം ചേർത്ത് അതിന്റെ സംയോജനത്തിൽ നിന്നൊരു ബലമുളവാക്കി ആ അഹന്തയെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ നിഷേധിക്കുന്ന സൃഷ്ടിയുടെ പ്രേമാർപ്പിതമായ രഹസ്യത്തിലാണ് അവന്റെയും അവന്റെ വർഗവിന്യാസത്തിന്റെയും അന്ത്യം സൂക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളോ ഞാനോ ഉള്ള ഒരു ചെടിയുടെ തണ്ടിൽ നിന്നൊരു പുതുത് ഉൽപ്പാദിപ്പിച്ചാൽ അതിൻ്റെ ഒരു പ്രോട്ടോപ്ലാസത്തെ പ്രോജ്വലിപ്പിച്ച് പുതിയൊരു അതിൻ്റെ തന്നെ പ്രോജനിയായ മറ്റൊരു സസ്യം ഉണ്ടാക്കിയാൽ അതിൻ്റെ തന്നെ പുംബീജം അതിൻ്റെ വർഗത്തിൽപ്പെട്ടതോ അതിൻ്റെ വർഗത്തിലല്ലാത്തതോ ആയ വേറൊരു വർഗത്തിലോ ചേർത്തുവെച്ച് വേറൊരെണ്ണത്തെ ഉണ്ടാക്കിയാൽ നാളെ പത്രപംക്തികളിലും നാളെ ഉന്നതന്മാരുടെ സ്വീകരണ വേളകളിലും നിറഞ്ഞു നിന്ന് എൻ്റെ ബൗദ്ധിക പ്രതിഭയുടെ ലോകങ്ങളെ മുഴുവൻ പ്രശംസിക്കുമ്പോൾ ഇനിയും ലോകത്തിന് പ്രയോജനപ്പെടാത്ത, ലോകത്തിനതെന്ത് സംഭാവന ചെയ്യുമെന്നറിയാത്ത, അത് പ്രപഞ്ചാതിശായിയായ പ്രേമത്തിൻ്റെ സൃഷ്ടിയെ എങ്ങനെ നേരിടുമെന്നറിയാത്ത, അത് അവയുടെ വർഗവിന്യാസങ്ങളിൽ എന്തുതരം ജനിതക സ്മൃതികൾ ഉണ്ടാക്കുമെന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ പോലും ആദരണീയനായി മാറുമ്പോൾ ലക്ഷോപലക്ഷം വരുന്ന സൃഷ്ടിക്ക് പിന്നിലെ രഹസ്യത്തെ ലോകമറിയാതിരിക്കുവാനും ആദരിക്കാതിരിക്കുവാനും അനുരണനം ചെയ്യാതിരിക്കുവാനും തത്രപ്പെട്ട് മാനവൻ ചെയ്യുന്ന ഈ അജ്ഞാനാന്ധകാരമാണ് ലോകത്തിന്റെ സർവകാലത്തെയും നാശത്തിന് വഴിവെച്ചിട്ടുള്ളത്.
ഇതൊക്കെ നിങ്ങൾ എതിർപ്പില്ലാതെ കേൾക്കുകയാണോ? ഞാൻ മൊത്തം അടിച്ചവർ വാനിലയും റബ്ബറും ഒന്നുമല്ല. നിങ്ങളുടെ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ വരെ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളുടെ അണ്ടവും ആൺകുട്ടികളുടെ ബീജവും കൊണ്ടുവന്ന് സംയോജിപ്പിച്ച് 60 കഴിഞ്ഞ വൃദ്ധയുടെയോ കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരിയുടെയോ കോശത്തിൽ നിക്ഷേപിച്ച് അതിനെ വളർത്തിയെടുത്ത് അഹങ്കാരത്തിന്റെ മൂടുപടമണിഞ്ഞ് 1000 അക്ഷരങ്ങൾ എഴുതിയ അഹന്ത ആകാശം മുട്ട വളർന്നു നിൽക്കുമ്പോൾ കച്ചവടത്തിൻ്റെതായ ആ സൃഷ്ടി പ്രേമത്തിൻ്റെതായ സൃഷ്ടിയുമായി നടത്തുന്ന മുട്ടേഷനുകളിലൂടെ നാളെ ജനിതക പരമ്പരയും ക്രോമസോമുകളും ഏതെല്ലാം ആദിവ്യാധികളിലൂടെ കടന്നുപോകുമെന്ന് എത്ര കണ്ട് അപകടകരമായി തീരുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക മാത്രമായി. റബ്ബറും വാനിലയും മാത്രമല്ല, മകളെ കൈപിടിച്ച ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്ന തന്തയും ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഭർത്താവും സഹോദരിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന സഹോദരനും ഈ പണി ഈ ടെസ്റ്റ് ട്യൂബുകളും ശാസ്ത്രജ്ഞനുമില്ലാതെ സ്ത്രീയും പുരുഷനും ചേർന്നാണെങ്കിൽ പിമ്പെന്ന് പച്ചയായി വിളിക്കുന്ന ശരിയല്ല മാമാപ്പണിയുമായി നീങ്ങുന്ന ആ ലോകവും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. പച്ചയ്ക്ക് പറയേണ്ടത് അതല്ലേ നല്ലത്. ശാസ്ത്രത്തിന്റെ കഞ്ചുകം അണിഞ്ഞപ്പോൾ പണിക്ക് മനോഹാരിത വരികയും മനുഷ്യനിർമ്മിതമായ ശാസ്ത്രം മാറി നിന്നാൽ അത് വ്യഭിചാരമായി തീരുകയും ചെയ്യുന്ന നിങ്ങളുടെ സംസ്കൃതിയുടെ അന്തരാളങ്ങളിൽ എന്റെ വാക്കുകൾ നിത്യവും ഒരു ചോദ്യചിഹ്നമായി കിടക്കുമെന്നാണ് എന്റെ വിശ്വാസം. കടന്നുപോയോ ഞാൻ പറഞ്ഞത്? ശ്രുതി അധിഷ്ഠിതവും സ്മൃതി അധിഷ്ഠിതവും ആചാരാധിഷ്ഠിതവും ആയ ലോകങ്ങളിലൂടെ യജ്ഞമെന്ന ഒറ്റ സങ്കല്പം വച്ച് സഞ്ചരിച്ചാൽ പോലും നിങ്ങൾക്ക് പറയാൻ കഴിയും ലോകത്തിനാവശ്യം ആ പ്രേമവും ആ ത്യാഗവും ഒന്ന് മാത്രമാണ്. ബാക്കിയെല്ലാം ജീവിതത്തെ ചുരുക്കുകയും വിലക്ഷണമാക്കുകയും വികൃതമാക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. ഒരു വാൽക്കഷ്ണവും കൂടെ തന്നേക്കാം, വിഷയത്തോട് ബന്ധപ്പെടാത്തതാണെങ്കിലും. ഒരു ഭാഗത്ത് ജനസംഖ്യ നിയന്ത്രിക്കുവാൻ ഗവേഷണം നടത്തുന്ന ബുദ്ധിജീവികൾ, മറുഭാഗത്ത് വാർദ്ധക്യത്തിൽ പോലും കുട്ടിയുണ്ടാക്കാൻ ഗവേഷണം നടത്തുന്നു എന്ന ബുദ്ധിശൂന്യമായ ഒരു രാഷ്ട്രം നിങ്ങളുടേത് മാത്രമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? ആ ന്യായീകരണം എത്ര അർത്ഥശൂന്യമാണ്. അതുകൊണ്ടുള്ള വർദ്ധിക്കുകയല്ലേ സാധനം. മനസ്സിലായില്ല? നാച്ചുറലായി ഉണ്ടാകുന്നത് തടയുക ഒരു ഭാഗത്ത്, മനസ്സിലായില്ല. അൺനാച്ചുറലായി ഉണ്ടാകാൻ ഗവേഷണം നടത്തി കാശ് മേടിക്കുക വേറൊരു ഭാഗത്ത്. ഈ ഇല്ലാത്തവന് ഉണ്ടാക്കി കൊടുക്കാനുള്ള കാശിന്റെ പകുതി പോലെ കൂടുതലുണ്ടായാൽ അതിന് ചെലവിന് കൊടുക്കാൻ.
മനസ്സിലായില്ല. അവന്റെ മനസ്സൊന്ന് മാറ്റിയാ പോരെ. ഇപ്പൊ ഈ വാക്സിനേഷനൊക്കെ വന്നപ്പോൾ മിക്കവാറും ഉള്ള പിള്ളേർക്കൊന്നും ഉണ്ടാവില്ല. ആദ്യം ഇത് ഉണ്ടാകാതിരിക്കാനുള്ളതൊക്കെ അടിച്ചു കയറ്റുക. ഇത് കഴിഞ്ഞ് ഉണ്ടാകാനുള്ളതിന്റെ പുറകെ പിന്നെ പോവുക. സൃഷ്ടിയെ സൃഷ്ടി രഹസ്യത്തിൽ നിന്ന് അടർത്തി മാറ്റുക. എന്തൊരു വൈചിത്ര്യമാണ് നിങ്ങളുടെ ശാസ്ത്രവും ശാസ്ത്രലോകവും. അതിലുള്ള നിങ്ങളുടെ ദുരഭിമാനവും ശരിയല്ല. വയലാർ പറഞ്ഞ പോലെ നിങ്ങൾ പോകുന്നത്. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കുതറി തുള്ളിക്കൊണ്ടൻ ചാട്ടവാർ ഇളകുമ്പോൾ നടുങ്ങിപ്പോകുന്നീലേ ഈ അണ്ടകടാഹങ്ങൾ ഇല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ശാസ്ത്രകഞ്ചുകവും ഏറി കടന്നു പോകുന്നത്. ശരിയല്ല, ശരിയല്ല. നീലാകാശവാനിലെ വിളറിയ താരകേ നിൻമുഖം കാണത്ത ഞാൻ നിന്റെ നാട്ടിലെ നീലത്തുളസി കൊടിത്തൊപ്പിൽ നിന്നു നീ നുള്ളിക്കൂട്ടും പിഞ്ചു വെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൻ ചെങ്കനൽ ചുളയ്ക്കുള്ളിൽ നീറ്റിയ ചുണ്ണാമ്പുമായി അമ്പിളി താമ്പാളം നീട്ടിക്കൊണ്ടൊരു നീലത്തുമ്പിയെപ്പോലെ നീ നിന്നു നൃത്തം വയ്ക്കേ. സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ടു പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പി കാലമാണ് അവിശ്രമം പായുമൻ അശ്വം എന്ന് പറഞ്ഞു പോയ ശാസ്ത്രകാരൻ. മനസ്സിലായില്ല? ദിഗന്ധങ്ങളെ ഞെട്ടിക്കുന്ന സപ്തസാഗരങ്ങളെ ഉഴുതുമറിച്ച ഗോളാന്തര ജൈത്രയാത്ര നടത്തിയ ആധുനിക മനുഷ്യന്റെ ആന്തയ്ക്ക് മുമ്പിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാസൻ ഉന്നയിച്ച അർദ്ധഗർഭമായ ഈ സമസ്യ അവന്റെ അന്തരംഗം മുഴുവൻ പിഴിഞ്ഞെടുത്താലും ഉത്തരമാവില്ല. അതിന്റെ കനല് എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും വെള്ളമൊഴിച്ച് കെടുത്താനുമാവില്ല. പ്രജാപതി അന്ന് കത്തിച്ച ആ കനല് നിങ്ങളിൽ നേർന്നതുകൊണ്ടായിരിക്കില്ലേ നിങ്ങളിവിടെ ഇരുന്നു പോയത്? അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയപ്പോഴേ നിങ്ങളെന്നെ തല്ലിയിട്ട് ഇറങ്ങിപ്പോണ്ടേ? ഇത് മനസ്സിലായില്ല. അതുകൊണ്ട് ഈ കനൽ നേറിക്കൊണ്ട് തന്നെ ഇരിക്കും. ചുരുക്കത്തിൽ നിങ്ങൾ അസ്വസ്ഥമായി. ചാരം ചൂടിക്കിടന്നതാണ്. ഊതിയപ്പോ ചാരമൊക്കെ പറന്നു. അല്പം ജ്വലിച്ചു പോയാൽ ആ നീറിപ്പിടുത്തത്തിൽ പലതും എരിഞ്ഞമർ. ശരിയല്ല. അതുകൊണ്ട് വ്യാസൻ വെറും ഒരു ശ്ലോകമായത്, അതിലെ ഒരു വെറും വാക്ക്. പക്ഷെ അതിരുന്ന ഗാംഭീര്യം, അതിലെ മുഴുവൻ പദങ്ങളും, ഇപ്പോഴും ഞാൻ മുഴുവൻ പദങ്ങളും ചേർത്തിട്ടില്ല. ഇത്രയായപ്പോ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരിയായി. എവിടെ വെച്ചാണോ കൈപൊങ്ങുന്നത് അവിടുന്ന് പിന്നെ നമുക്ക് കടന്നുപോയേ പറ്റൂ. പിന്നെ പിന്നീട് ഒരിക്കൽ ചുറ്റി വരുമ്പോ കാണാം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ദേവാലയത്തിന് പുറത്തുകൂടിയാണല്ലോ സഞ്ചരിക്കുക. ശരിയല്ല? അവിടുത്തെ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ കണ്ട് തൃപ്തരായി നമ്മൾ മടങ്ങിപ്പോരുമല്ലോ. അകത്തേക്ക് പോവാൻ നേരത്തെ പോയവർ വിളിച്ചാൽ എനിക്കതിലൊന്നും വിശ്വാസമില്ല, ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ, ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ല,
ഞാനിതൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ, നിങ്ങൾ പോയി തൊഴുതിട്ട് വന്നോളൂ. കാരണം ഗർഭഗൃഹം കാണാൻ യോഗമുണ്ടാകുന്നത് പല യാത്രയ്ക്ക് ശേഷമാണല്ലോ. അല്ല, അങ്ങനല്ലേ നിങ്ങളൊക്കെ പോയത്? അല്ല, ഞാൻ വെളിയിൽ നിൽക്കാം. കാരണം ഒരുപാട് വണ്ടി, എന്നെപ്പോലെ വെളിയിൽ നിൽക്കുന്ന ആളുകൾ, ഒരുത്തൻ ഭാര്യയെ നിർത്തിയിട്ട് തൊഴാൻ പോയിരിക്കുന്നു, ഒരുത്തി ഭർത്താവിനെ നിർത്തിയിട്ട് തൊഴാൻ പോയിരിക്കുന്നു, 2 ഡ്രൈവർമാരെ നിർത്തിയിട്ട് തൊഴാൻ പോയിരിക്കുന്നു. അപ്പം നമ്മളവിടെ നിന്നിട്ട് ആ ഡ്രൈവർമാരോട് വർത്തമാനമൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ പിടിപ്പിച്ച് ചിലപ്പോൾ നിൽക്കാനായിരിക്കും നമ്മൾ പറയുക, ഞാൻ വരുന്നില്ല, നീ പൊക്കോ. കാരണം ഇവിടെന്ന് പോയി കിട്ടിയാൽ ഭഗവാന്റെ അടുക്കലേക്കായാലും ഒരു വീഡിയോ ഒക്കെ ഒന്ന് പിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ നിൽക്കുന്നത്. ഒരു വീഡിയോയുടെ സൗകുമാര്യത എന്തായാലും ഇതിനകത്തിരിക്കുന്നവനില്ല. നിങ്ങളെ അമ്പലത്തിൽ പോയിട്ടില്ലെന്ന്, ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. ഡ്രൈവറായിട്ട് പോലും പോയിട്ടില്ല, ആരും കൊണ്ടുവിടാൻ പോലും. അതാണ് ചിലപ്പോ പോവും. ചില വീഡിയോ ഒക്കെ നമുക്ക് ചായ കുടിക്കാൻ വരുന്നേ, അടുത്തുള്ളവനെയും വിളിച്ചു. കാരണം ഒരു കമ്പനി വേണം. എത്ര കാലമായി ഇവിടെ വരും, ആരെയാ കൊണ്ടുവന്ന്? ആരാണ്? ഓ, അദ്ദേഹം ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹം തൊഴുവോ? ഓ, ചീഫ് ജസ്റ്റിസ് തൊഴുന്ന ഗുരുവായൂരപ്പനാണ്. നമ്മളൊന്ന് പോകേണ്ടതായിരുന്നു. ചെറിയൊരു പെരുപ്പ് കയറുക ചായ കുടിയിൽ. ശരിയല്ല, ഇത്തവണ വേണ്ട, അടുത്തവണ പറ്റിയാൽ നോക്കാം. ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ കൈമാറുന്ന ആശയങ്ങൾ ശരിയല്ല. മറ്റു ചിലരൊക്കെ അവിടുത്തെ കളിപ്പാട്ടങ്ങളും വസ്തുക്കളും ഒക്കെ കണ്ടാണിരിക്കുക. വേറെ ചിലരാണെങ്കിൽ എന്ത് ഗുരുവായൂരപ്പൻ, അങ്ങോര് അവിടെ എങ്ങാനും ഇരിക്കട്ടെ, നല്ല പപ്പടം കിട്ടുമെന്ന് കേൾക്കും. ഗുരുവായൂർ പപ്പടം, അതൊരു 2 കെട്ട് വാങ്ങിച്ചു കളയാം. ഇങ്ങനെ പുറത്തൂടെ കുറെ പ്രാവശ്യം കറങ്ങും. മനസ്സിലായില്ല? ആ, ഗുരുവായൂർ പപ്പട. ഇതൊക്കെ കറങ്ങിക്കഴിഞ്ഞ് ഒരു 6-7 കറക്കം കഴിയുമ്പോഴാണ് മതിൽക്കകത്ത് കയറുന്നത്. മനസ്സിലായില്ല? അത് ഈ മതിൽക്കകത്ത് പോലും കയറുകയില്ല. അപ്പൊ നിങ്ങൾ എല്ലാത്തവണയും ഗുരുവായൂർ പോകുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ആ, ഞാൻ പോകാറുണ്ട്. കാരണം നല്ല തട്ടുദോശ അതിന് പോകുന്നതാ. അതാ പടിഞ്ഞാറ് നടയെന്ന് 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ അറിയും. അപ്പൊ ഈ തട്ടുദോശയ്ക്ക് വേണ്ടിയാ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ അകത്ത് നിർത്തിയിരിക്കാം. അപ്പൊ അവര് പോയിച്ച് വരുമ്പോഴേക്കും ഇത് അടിച്ചേച്ച് വരികയും ചെയ്യാം. അപ്പൊ ഭാര്യയും കൊണ്ട്, മക്കളെയും കൊണ്ട്, ഭർത്താവിനെയും കൊണ്ട് ഒക്കെ പോകുന്നവർ ഇങ്ങനെ പുറത്തൂടെ കറങ്ങുന്ന ഒരു കാഴ്ച നിങ്ങളൊന്നും കറങ്ങിയിട്ടില്ല. ഞാനേ ഇതൊക്കെ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കറക്കം കുറെ കാലം കഴിഞ്ഞാലാണ് ഒന്ന് തെന്നി ഈ ഷാപ്പിലേക്ക് ആദ്യം പോകുന്ന പോലെ. ചാരായ ഷാപ്പിന്റെ ഓതക്ക് കൂടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഈ ഊളിയിട്ടൊരു കയറ്റമുണ്ട്. അതിവിടെ ഉച്ചയ്ക്ക് നിന്നാൽ കാണാം. നിങ്ങൾ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആ ബൊഫയ്ക്ക് ഒരൊറ്റ ഊളിയിടലിടുന്നതാണ്. അത് നോക്കും, ഇവിടെ നേരത്തെ പരിചയപ്പെട്ട ആരെങ്കിലും കാണുന്നുണ്ടോ. ഇതിന്റെ പഠിക്കൊണ്ട് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഗതികളുണ്ട്. കാരണം പരിചയക്കാരുമായി പോയി. അപ്പൊ അതൊക്കെ ഒരു എന്തായാലും പറയുന്നത് ഊളിയിടുക എന്നല്ലേ പറയാം. ഒരൊറ്റ കയറ്റമാണ്. ആ കയറ്റത്തില് ഇവനാരെയും കാണുന്നില്ലാത്തതുകൊണ്ട് ഇവനെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ട് വേറെ ചില മുളവന്മാർ ഇവിടെ മോളെ ഒന്ന് നോക്കുന്നുണ്ടാവും. അപ്പൊ ഇതുപോലെയാണ് ആദ്യം ഇതിനകത്തോട്ടൊന്ന് കയറുക. അകത്ത് കയറി കഴിഞ്ഞാൽ കയ്യൊക്കെ പുറകെ കെട്ടി പിന്നീട് നടപ്പുണ്ടാകാത്തൂടെ. ഞാൻ ചോദിച്ചാൽ ഇതൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നും അറിയാമല്ലോ ജനിച്ചാണ്. ഞാൻ പുറത്തൂടെയാണ്, പുറത്തൂടുള്ളൊരു കറക്കമാണ്. അങ്ങനെ നടന്ന് ഒരു 2-3 പ്രാവശ്യം അതിനകത്ത് കാണാനുള്ളതൊക്കെ കാണും. അല്ലെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞാൽ പിന്നെ അകത്തോട്ട് ഊളിയിടുന്നത്. പക്ഷെ അകത്തോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേകത, അവൻ പുറത്തു നിന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കും. എന്നിട്ട് ഇതുവരെ പോയവൻ അറിയാൻ മേലാത്ത കാര്യങ്ങളിൽ ചിലതുകൂടെ കൂട്ടി ഇവനൊന്ന് തൊഴും. ഞാൻ ഇതുവരെ വരാത്തത് നിങ്ങൾ കുറെ കാലമായി പോകുന്നു, നിങ്ങളുടെ ഭക്തി ഒന്ന് പരീക്ഷിക്കാനായിരുന്നു. നിങ്ങൾക്ക് ശരിക്കും തൊഴാൻ പോലും അറിയില്ല, ഞാൻ കാണിച്ചാൽ അവൻ മറ്റവൻ ഞെട്ടും.
കാരണം അവൻ അറിയാവുന്നതിൽ കൂടുതൽ ഇവൻ അറിയാം. മനസ്സിലായില്ല? അതിനേക്കാൾ തീവ്രതയിലുമാണ്. അപ്പോൾ അവൻ ശിഷ്യനുമാകും, ഇവൻ ഗുരുവാകും. ഇങ്ങനൊരു ഡബിൾ പ്രൊമോഷൻ മേടിക്കുന്ന ഒരു കലയുണ്ട്. ഇതൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് പിന്നെ എന്തോ അറിയുന്നു. അതുപോലെ ഭഗവത്ഗീതയുടെ ഓരങ്ങളിലൂടെ ഒന്ന് കറങ്ങുക. മനസ്സിലായി? അത് കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ കോട്ട ഭേദിച്ച് 7 കോട്ടകൾ കിടക്കണം. ഭാഷയുടെ ഒന്ന് കറങ്ങുക. അതിലൊക്കെ നിങ്ങൾക്ക് ഓരോ സിദ്ധാന്തങ്ങൾ ലഭിക്കും. വാച്യത്തിന്റെയും വ്യംഗ്യത്തിന്റെയും അതീത വർണ്ണനകൾ. പക്ഷെ അതിൽ ആനന്ദരൂപമായ ആത്മാവിന്റെ അനാഹതമായ ഒരു ധ്വനി ഉണ്ടാവും. അത് ഉപാസകന് അന്തരിന്ദ്രിയ ദൃഷ്ടി കൊണ്ട് മാത്രം ലഭ്യമാകുന്നതാണ്. അതിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതായനം തുറന്നിട്ടാൽ തന്നെ ആനന്ദമാണ്. അതാണ് നമ്മൾ ഈ യജ്ഞസങ്കല്പത്തിൽ ചെയ്യുന്നത്. ഒരു കവാടം ഒന്ന് തുറന്നു കാണിക്കുക. അതിനകത്ത് കയറി ഗർഭഗൃഹത്തിന് മുമ്പിൽ നിന്നാലും മാലകളും ശ്രീകോവിൽ നടയതാ തുറന്നു, പുതിയൊരു ലോകമിതേതോ അന്ത ശോഭനം തേജോമയം, കർമ്മസാക്ഷിയാം ദേവൻ പടിഞ്ഞാറുദിച്ചിതോ, കർമ്മ നക്ഷത്ര വ്രാതമേകത്ര കൂടിച്ചേർന്നോ, ചന്ദനാലേപം ചാർത്തി ശോഭിപ്പൂ തിരുമുഖം മന്ദഹാസാർദ്രം മണിപ്പൊൻകിരീടത്തിൻ താഴെ നിർനിമേഷമായി നിൽക്ക നേത്രമേ ഭാഗ്യാരിത, നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതമെന്ന് പറയാൻ പാകത്തിന് നടയിൽ നിന്നാലും ഭഗവാൻ ദൂരെയാണ്. വാതിൽ തുറന്നാൽ പോരാ, ഗർഭഗൃഹത്തിന് മുമ്പിൽ നിന്നാൽ പോരാ, പുണ്യജനനം കൊണ്ട് അതായിത്തീരാൻ അകത്ത് കയറണം. ഇത്രയൊക്കെ പഠിച്ചാലും പുറത്താണെന്ന് മറക്കരുത്. ഈ ചരടെ പിടിച്ച് ഉപാസിച്ചാൽ അനുഭവം ഉണ്ടാവും. ഗീതയുടെ ക്രിയായോഗം അതാണ്. ഓരോ ശ്ലോകത്തിലും ഓരോ മന്ത്രത്തിലും എന്ന് പറയുന്നതാണ് ശരി. നമ്മുടെ ബോധമുണരുന്ന അബോധ പ്രബോധനത്തിന്റെ മിത്തിന്റെ സാക്ഷാത്തായ അനുഭവതലങ്ങളിലൂടെ പോകാൻ ഇനിയും പണിയുണ്ട്. ഇത്രയും തന്നെ ഒരുമാതിരി ഇത്രയും തന്നെ ഒരുമാതിരി ആശ്വാസവും സുഖവും ഒക്കെയാണ്. ഏതൊക്കെയോ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു സുഖം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അതെത്രയാണ്? ഇത്രയ്ക്ക് അത്രയെങ്കിൽ അത്രയ്ക്ക് എത്രയായിരിക്കും? ചായ ശരി, ചായ കുടിച്ചിട്ടാകാം